തിരുവിതാംകൂറിന്റെ തെക്കേ മുനമ്പിലെ ഒരു ദരിദ്ര തീര ഗ്രാമമല്ല ഇനി വിഴിഞ്ഞം. റോട്ടർഡാമിനോട് പോലെ, സലാലയെ പോലെ, മാൾട്ടയെ പോലെ, ബെൽജിയത്തിലെ ആന്ത്രൂപ്പിനെ പോലെ, എണ്ണം പറഞ്ഞ നിരവധി തുറമുഖ നഗരങ്ങളെ പോലെ ഒരു വലിയ തുറമുഖ നഗരമായി വിഴിഞ്ഞവും ഇനി മാറും. സിംഗപ്പൂരിനോടും കൊളംബോയോടും കിടപിടിക്കാൻ കരുത്തും പ്രകൃതി പശ്ചാത്തലവും സൗകര്യവുമുള്ള വിഴിഞ്ഞം കേരളത്തിന്റെ വികസന സ്വപ്ന നൗകയായി ഇന്ന് തീരമണിഞ്ഞ സാൻ ഫെർണാണ്ടോയ്ക്ക് നാളെ ഔദ്യോഗിക സ്വീകരണം. ട്രയൽ റണ്ണിന്റെ സ്വീകരണ വേളയിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാഞ്ഞത് കല്ലുകടിയായോ? 1991 എം വി രാഘവൻ തുറമുഖ മന്ത്രിയായിരുന്ന കെ കരുണാകരൻ മന്ത്രിസഭയിൽ തുടങ്ങിയ ആലോചനയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടക്കം കുറിച്ചതിനാൽ പിണറായി സർക്കാരിന് ക്രെഡിറ്റ് നഷ്ടപ്പെടുമെന്ന ഭയമാണോ കാരണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഇതാണ്: ക്രെഡിറ്റ് ആർക്ക്, ആരുടെ കുഞ്ഞ്? ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് വിഴിഞ്ഞം പദ്ധതിയെ നോക്കിക്കാണുന്നത്. കാരണം അത് UDFൻ്റെ കുഞ്ഞാണ്. ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ വിജയമാണ് നാളെ അവിടെ കപ്പലെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്നിപ്പോൾ അവർ ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ല. അത് അവരുടെ ഔചിത്യം, അവരുടെ എന്താണ് അവരത് ചെയ്തിരിക്കുന്നത് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട്. കാരണം എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ക്ഷണിക്കാതിരിക്കുക, മനഃപൂർവ്വം മാറ്റി നിർത്തുക. അതുകൊണ്ടൊന്നും അത് അവർ ധരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് UDFന് കൂടി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. നാളെ നടക്കുന്നത് ഒരു ട്രയൽ റൺ മാത്രമാണ്. ആദ്യത്തെ ഷിപ്പ് വന്നപ്പോൾ വലിയ ചടങ്ങ് സംഘടിപ്പിച്ചു, പ്രതിപക്ഷ നേതാവിനെ നമ്മൾ ക്ഷണിച്ചിരുന്നു. നാളെ നടക്കാൻ പോകുന്ന ചടങ്ങിൽ സ്ഥലം MP ആയിട്ടുള്ള ഡോക്ടർ ശശി തരൂരിനെ വിളിച്ചിട്ടുണ്ട്, സ്ഥലം MLA ആയ ശ്രീ M വിൻസെന്റിനെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തെ ഒഴിവാക്കി എന്ന് പറയുന്നത് ശരിയല്ല. പ്രതിപക്ഷ നേതാവിനെ വീണ്ടും ക്ഷണിക്കുന്നത് നമ്മൾ കമ്മീഷൻ ചെയ്യുന്ന വലിയ ചടങ്ങ് വരാൻ പോവുകയാണ്. അപ്പോൾ കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിലേക്ക് എത്തുമ്പോൾ എല്ലാ കാര്യം ഈ രംഗത്ത് പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും നടക്കുക. കഴിഞ്ഞതിന് വിളിക്കുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ നാളെ നടക്കുന്ന ഒരു ട്രയൽ റണ്ണാണ്. ആ ട്രയൽ റൺ വിജയിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കമ്മീഷനിലേക്ക് പോകാൻ കഴിയുന്നത്. അപ്പോൾ കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാം വിളിച്ചുകൊണ്ട് നടക്കും. ആ കാര്യത്തിൽ മറ്റൊരു അസംതൃപ്തിയുടെ അതിനെ സഭയെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്ന വികസന നൗകയായി സാൻ ഫെർണാണ്ടോ വന്നിറങ്ങി ഔദ്യോഗിക സ്വീകരണം കൊടുക്കുന്ന ട്രയൽ റണ്ണിന്റെ വേളയിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാഞ്ഞത് UDFന് ക്രെഡിറ്റ് പോകുമെന്ന ഭയം കൊണ്ടാണോ പ്രതിപക്ഷം ആരോപിക്കും പോലെ? ചർച്ചയിൽ നമുക്കൊപ്പം അഡ്വക്കേറ്റ് K അനിൽകുമാർ, ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് പ്രതിനിധി, BJP പ്രതിനിധി S സുരേഷ്, ഒപ്പം വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ സമിതിയുടെ പ്രസിഡന്റ് ഏലിയസ് ജോൺ എന്നിവർ ചേരുന്നു. ആദ്യം ജ്യോതികുമാർ ചാമക്കാലയിലേക്ക്. ജ്യോതികുമാർ ചാമക്കാല, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെയും പ്രതിപക്ഷത്തെയും ക്ഷണിക്കാഞ്ഞത് UDFന് ക്രെഡിറ്റ് പോകുമോ എന്ന ഭയം കൊണ്ടാണ് എന്നാണ്. VN വാസവൻ രാവിലെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതൊരു ട്രയൽ റണ്ണാണ്, ഇതിലെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല, നേരത്തെ ക്ഷണിച്ചിരുന്നു, ക്രെയിനുകളുമായി വന്ന കപ്പലിന് സ്വീകരണം കൊടുക്കുമ്പോൾ ഇനി കമ്മീഷൻ ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്ക് ക്ഷണിക്കാം, MP ശശി തരൂരിനെയും MLA വിൻസെന്റിനെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇതൊരു അതിവായനയാണോ ജ്യോതികുമാർ ചാമക്കാല? അരുൺകുമാറെ, ഇവിടെ ട്രയൽ റൺ, ഇവിടെ അവിടെ തുറമുഖത്തിൻ്റെ ആവശ്യത്തിനായി ഒരു ക്രെയിനുമായി വന്ന കപ്പലിന് നൽകിയിട്ടുള്ള സ്വീകരണം, ആ സ്വീകരണത്തിനേക്കാൾ എല്ലാ അർത്ഥത്തിലും അതിഗംഭീരമായിട്ടാണ് ഇപ്പോൾ ട്രയൽ റൺ മറ്റൊരു ഉദ്ഘാടനം. സ്വാഭാവികമായിട്ട് ഈ മന്ത്രിസഭ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അവിടെ ഓരോ ഘട്ടത്തിലും ഇതിനൊക്കെ ആഘോഷകരമായ ഉദ്ഘാടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ പോസ്റ്റ് ഓഫീസ് വന്നപ്പോൾ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. അവിടെ ഗേറ്റ്, ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഗേറ്റ് ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. സബ്സ്റ്റേഷൻ വന്നപ്പോൾ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനം ക്രെയിൻ കൊണ്ടുവന്നപ്പോഴും ഉദ്ഘാടനം നടത്തി. നമ്മൾ റോഡ് പണിക്കൊരു ഒരു റോഡ് റോളർ കൊണ്ടുവന്നാൽ ആ റോഡ് റോളർ കൊണ്ടുവരുന്ന ഡ്രൈവറെ ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട് പോയി വലിയ ആഘോഷമാക്കുന്ന, അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടുവരുന്ന ലോറിയിലെ ഡ്രൈവറെ സ്വീകരിക്കുന്നത് പോലെ ഇവിടെ സ്വാഭാവികമായിട്ടും ക്രെയിൻ കൊണ്ടുവന്നപ്പോഴും അതിൻ്റെ കപ്പലിന് വലിയ സ്വീകരണം നൽകി. നല്ല കാര്യം. അവിടെ പ്രതിപക്ഷത്തെ വിളിച്ചിരുന്നു, പോയി, ശരിയാണ്. ഇപ്പോൾ ട്രയൽ റൺ നടക്കുന്നു. മദർഷിപ്പ് ആദ്യമായി വിഴിഞ്ഞത്ത് തീരത്തെടുക്കുന്നു. അവിടെ 10,000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അവിടെ കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്നുണ്ട്, മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്, 6 മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ആളുകൾ, അത്രയും ജനപ്രതിനിധികൾ, ആ സംസ്ഥാനത്തിൻ്റെ 20 മന്ത്രിമാരിൽ 6 മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന, മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന, കേന്ദ്രമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആ യോഗത്തിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതിലൊരു പന്തികേടുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാകുമോ? പക്ഷേ ശശി തരൂർ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ MLA വിൻസെന്റിനെയും ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്.
ആയിക്കോട്ടെന്നേ, വിളിച്ചിട്ടുണ്ട്, ശരിയാണ്, തെറ്റില്ല. എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ മറ്റു നേതാക്കന്മാരെ വിളിക്കുന്നില്ല, പ്രതിപക്ഷ നേതാവിനെങ്കിലും വിളിക്കുന്നില്ല? ഇത്തരത്തിൽ കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു പ്രോജക്റ്റ്, അതും UDFന്റെ കാലത്ത് തന്നെ ആരംഭിച്ചിട്ടുള്ള, താങ്കൾ സൂചിപ്പിച്ചതുപോലെ 91-96 കാലഘട്ടത്തിലും 2001-2006 കാലഘട്ടത്തിലും 2011-2016 കാലഘട്ടത്തിലും UDFന്റെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ ശ്രമഫലമായി, UDFന്റെ കൂടി ശ്രമഫലമായി നടന്നിട്ടുള്ള ആ പദ്ധതിയെ സംബന്ധിച്ച് ഞങ്ങൾ ഒരിക്കലും അതിനെ പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല. ഞങ്ങൾ ആ പദ്ധതി അഴിമതി നിറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആ പദ്ധതിയുടെ അഴിമതിയെക്കുറിച്ച് കമ്മീഷനെ വെച്ചിട്ടില്ല. ഞങ്ങൾ അത് അന്വേഷിച്ചിട്ടില്ല. ഞങ്ങളുടെ നിലപാട് ഒരിക്കലും ഞങ്ങൾ തിരുത്തി പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ നിലപാടിൽ ഒരിക്കലും ഘടകവിരുദ്ധമായ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു പദ്ധതിയെ സംബന്ധിച്ച് എന്നും ആ പദ്ധതിയുടെ ഭാഗമായി നിന്നുള്ള ആളുകൾ എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിനെയെങ്കിലും നാളത്തെ പദ്ധതിക്ക് വിളിക്കേണ്ടത്. പിന്നെ അദ്ദേഹം ഞാൻ ചോദിക്കുന്നത്, ഒരു ക്രെയിൻ കൊണ്ടുവന്ന പദ്ധതി അതൊരു ഉദ്ഘാടനം ആംഗമാമകമായി നടത്തിയപ്പോൾ പോലും പ്രതിപക്ഷ നേതാവിനെ വിളിച്ചെങ്കിൽ, ആദ്യമായി ഒരു മദർഷിപ്പ് ആ തീരത്തേക്ക് അടുക്കുമ്പോൾ സ്വാഭാവികമായും വിളിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് 6 മന്ത്രിമാരും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ആളുകളെ അവർ തന്നെ വിളിച്ചു കൂട്ടുമ്പോൾ കേരളത്തിന്റെ സ്വപ്നം തീരം തൊടുന്ന ഒരു സമയത്ത് പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമന്യേ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് നാളെ മന്ത്രി വരുന്നു. സന്തോഷകരമായ കാര്യം, കേന്ദ്രത്തിന്റെ വലിയ പങ്കുണ്ട്. 9.6%, ഏകദേശം 816 കോടി രൂപ അദാനിയുമായിട്ട് ഈ പോർട്ട് ഒപ്പിടാൻ ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കിയത് കേന്ദ്രം കൂടിയാണ്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ KV തോമസിന്റെ വീട്ടിൽ പോയി ഈ അദാനിയുമായിട്ട് ചർച്ച നടത്തിയതൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ട്. അപ്പോൾ ഇത് ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമന്യേ ഇതൊരു വലിയ ഉത്സവമായി നടത്താൻ പറ്റുന്നൊരു സാഹചര്യമാണ് എന്നതാണ് ഞാൻ ഇന്ന് മിനിസ്റ്ററോട് പറഞ്ഞത്. പക്ഷേ മിനിസ്റ്റർ പറയുന്നത് ഇത് ട്രയൽ റൺ ആണ് എന്നുള്ളതാണ്. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന, 6 മന്ത്രിമാർ പങ്കെടുക്കുന്ന, 7000-ഓളം ആളുകൾക്ക് അവിടെ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആ ചോദ്യത്തിൻ്റെ മറുപടി നമുക്ക് CPM-ൽ നിന്ന് തേടാം. അല്പസമയത്തുള്ളിൽ അനിൽകുമാർ നമുക്കൊപ്പം ചേരും. ഞാൻ ഏലിയസ് ജോണിലേക്ക് കൂടി പോയതിനു ശേഷം സുരേഷിലേക്ക് വരാം. കാരണം ഈ മദർ പോർട്ടിൻ്റെ ആക്ഷൻ സമിതിയുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി അണിയറയിലും അരങ്ങിലും ഏലിയസ് ജോൺ ഉണ്ടായിരുന്നു. ഏലിയസ് ജോൺ, ഇവിടെ ഒരു തർക്കത്തിൻ്റെ സാഹചര്യമില്ല എന്നെനിക്കറിയാം. കാരണം നാളെ നമ്മളുടെ സ്വപ്നം പൂവണിയാൻ പോകുന്നു. മുന്നോട്ടുള്ള റോഡ് മാപ്പ് എങ്ങനെയെന്നതാവണം ചർച്ച. പക്ഷേ അപ്പോഴും സർക്കാർ ഇങ്ങനെ സങ്കുചിതമായി ചിന്തിക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് ഇത് ഞങ്ങളുടെ കുഞ്ഞാണ്. 91-96 കാലഘട്ടത്തിൽ MV രാഘവൻ അന്ന് കുമാർ ഗ്രൂപ്പുമായി ഒരു മെമ്മോറാണ്ടം ഒപ്പിടുന്നത് തുടങ്ങി. 2011-16 AK ആന്റണി മന്ത്രിസഭയിൽ അന്ന് തുറമുഖ മന്ത്രിയായിരുന്ന ഷൺമുഖദാസ് അതിനുശേഷം വരുന്ന തുറമുഖ വകുപ്പിലെ മന്ത്രിമാരടക്കം, 2011 K ബാബു തുറമുഖ മന്ത്രിയായിരിക്കുന്നു, ഉമ്മൻചാണ്ടി സർക്കാരടക്കം തുടർച്ചയായി UDF സർക്കാർ ഈ പ്രോജക്റ്റിന് പിന്നാലെ ഉണ്ടായിരുന്നു. PS അച്യുതാനന്ദൻ സർക്കാരും ഈ പദ്ധതിക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആശയം കൊണ്ടുവന്നവരെന്ന നിലയിൽ, ഉമ്മൻചാണ്ടി സർക്കാർ തുടക്കമിട്ട പദ്ധതി എന്ന നിലയിൽ ക്രെഡിറ്റ് UDF-ന് പോകുമെന്ന ഭയം കൊണ്ട് തങ്ങളെ വിളിക്കാഞ്ഞതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. യഥാർത്ഥത്തിൽ കുഞ്ഞാരെന്ന തർക്കത്തിന് പ്രസക്തിയുണ്ടോ ഏലിയസ് ജോൺ? അങ്ങനെയാണെങ്കിൽ സർക്കാർ ചെയ്തത് ന്യായമോ? ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട. ഞാൻ ഈ പറയുന്ന ഇത്തരം രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരാളാണ്. പ്രോജക്റ്റ് നടക്കണം, പ്രോജക്റ്റ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ എക്കാലത്തെയും നിലപാട്. അതിനകത്ത് ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എന്നെക്കാൾ നന്നായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങൾക്കറിയാം. അതുകൊണ്ട് കുഞ്ഞ് ആരുടേതാണ് എന്നുള്ള ചോദ്യം, അതിൻ്റെ ഉത്തരവൊന്നും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. എനിക്ക് അത്തരം ചോദ്യത്തിൽ മറുപടി പറയാൻ താല്പര്യവുമില്ല. ഏലിയസ് ജോൺ, ഈ സർക്കാർ ഇപ്പോൾ പറയുന്നത് ഇത് ഞങ്ങളുടെ ഒരു വലിയ വികസന നേട്ടമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അപ്പോഴും ഇതേ സർക്കാർ തന്നെ UDF-ന്റെ കാലത്ത് വരുന്ന പ്രോജക്റ്റിനെ കടൽക്കൊള്ളയെന്ന് വിളിച്ച് പാർട്ടി പത്രത്തിൽ വലിയ തലക്കെട്ടോടുകൂടി ലേഖനങ്ങൾ എഴുതി. അതാണെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം ചൂണ്ടിക്കാണിച്ചത്. ഇതിന് പിന്നെ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ഒരു പ്രത്യയശാസ്ത്ര ബ്ലോക്കിൽപ്പെട്ടിരിക്കുകയായിരുന്നു ഈ പ്രോജക്റ്റ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. ഏലിയസ് ജോൺ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ പദ്ധതി നടപ്പിലാവുന്നു, സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ അപ്പോഴും ഈ നേരത്തെയുള്ള വിമർശനങ്ങളെ പൂർണ്ണമായും വിഴുങ്ങേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അതേ രാജ്യത്തെ ഇനി വരുന്ന പ്രോജക്റ്റുകളിലും സംഭവിക്കില്ലേ? അതിനെ എങ്ങനെയാണ് ഏലിയസ് ജോൺ കാണുന്നത്? ചർച്ചയില്ല. ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം പറയട്ടെ. ഇത് 6ാമത്തെ 7ാമത്തെ ചർച്ചയാണ് ഞാൻ ഇന്ന് പങ്കെടുക്കുന്നത്. രാവിലെ മുതൽ സംസാരിക്കുകയാണ്. ഞാൻ അവശനാണ്, തൊണ്ട പ്രോബ്ലമായിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ ചോദ്യങ്ങൾക്ക് ചെറിയ ചെറിയ ഉത്തരം നൽകാം. ഈ പറയുന്ന ചരിത്രമുണ്ട്, 30 വർഷത്തെ ചരിത്രം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ട്. ഓരോ കാലങ്ങളിൽ ഓരോ സർക്കാരുകൾ സ്വീകരിച്ച നടപടികൾ നമുക്കറിയാം. അവസാന നിമിഷം പദ്ധതി പൂർത്തിയാക്കാൻ പിണറായി സർക്കാരിനാണ് യോഗം വന്നത്.
ആ സമയത്ത് എല്ലാവരും കൂടി സഹകരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാതെ അവസാന നിമിഷത്തിലും രാഷ്ട്രീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല, എനിക്ക് യോജിപ്പില്ല. അത് സംസാരിക്കേണ്ട ആളുകൾ വേറെ ഇരിപ്പുണ്ട്, അവരത് സംസാരിക്കും. ഞാൻ എപ്പോഴും ഇതിന്റെ ഒരു പ്രോ ഡെവലപ്മെന്റ് ആംഗിളിലാണ് കണ്ടിട്ടുള്ളത്. ഇത് ഈ നാടിന് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു ഡിസ്കഷൻ ആണെങ്കിലാണ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. ഇത്തരം ആരുടെ കുഞ്ഞ്, ആരുടെ അമ്മ, ആരുടെ അച്ഛൻ എന്നുള്ളതിലൊന്നും എനിക്ക് താല്പര്യമില്ല. അത് ജനങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അത്തരം വിഷയങ്ങളിൽ എനിക്ക് അഭിപ്രായം പറയാനും താല്പര്യമില്ല. ഓക്കെ, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നമുക്കൊപ്പമുണ്ട്, CPM പ്രതിനിധിയാണ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാഞ്ഞതിൽ ഒരു പരാമർശം വന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഈ വിഷയം എടുത്തതും. ക്രെഡിറ്റ് തങ്ങൾ കൊണ്ടുപോകുമെന്ന ഭയം കാരണമാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാഞ്ഞത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്നാൽ രാവിലെ ഞാൻ മിനിസ്റ്ററുമായി സംസാരിച്ചപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത് ട്രയൽ റൺ അല്ലേ, അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെയല്ല MP-യും MLA-യും ക്ഷണിച്ചിട്ടുണ്ട്. ഇനി കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാം. ജ്യോതികുമാർ ചാമക്കാല ചൂണ്ടിക്കാണിച്ചത് 7000-ഓളം പേർ പങ്കെടുക്കുന്ന, കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന, 6 മന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ പോയതൊരു ഔചിത്യക്കുറവല്ലേ? അതിനകത്ത് എന്താണ് ഔചിത്യമുള്ളത്? എങ്ങനെയാണത് വിശദീകരിക്കുക അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? അല്ല, ഒരു 6 മാസം മുമ്പ് ഇതിൻ്റെ ക്രെയിനുകൾ വന്നപ്പോൾ അതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു ചടങ്ങ് വയ്ക്കുകയുണ്ടായി. ആ ചടങ്ങ് ധൂർത്താണെന്നും അതിൽ പങ്കെടുത്തതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നതും ആ ചടങ്ങിന് ശേഷം കേരളത്തോട് പറഞ്ഞ ഒരാളാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. അല്ലെങ്കിൽ അന്നത്തെ ബൈറ്റ് റിപ്പോർട്ടറിൻ്റെ കയ്യിലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ക്രെയിനുകൾ വന്നപ്പോൾ സ്വീകരിക്കാൻ പോയപ്പോൾ ഒരു പന്തലിട്ട് ഒരു ചടങ്ങ് നടത്തി. അത് നിങ്ങൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാതെ ദൂർത്ത് നടത്തിയതിൻ്റെ പട്ടികയിലേക്ക് പെടുത്തിയൊരു പ്രതിപക്ഷ നേതാവ്, അവിടെ പങ്കെടുക്കാനിടയായതിൽ പരിതപിച്ചൊരു പ്രതിപക്ഷ നേതാവ്. ഇവിടെ നമ്മുടെ ലോക ഭൂപടത്തിലേക്ക് മുമ്പ് തന്നെ അടയാളപ്പെടുത്തിയ ഇന്ത്യ രാജ്യത്തെ, കേരളമെന്ന് പറയുന്ന ഈ മിറക്കിൾ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, മിറക്കിൾ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ ഒരു കോൺട്രിബ്യൂഷനല്ല. അത് കേംബ്രിഡ്ജ് സർവകലാശാല കഴിഞ്ഞ ഒരാഴ്ചക്കിടയ്ക്ക് ഇറങ്ങിയൊരു പുസ്തകമാണ്. അവർ മിറക്കിൾ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയിൽ കേരളം എന്ന ഈ സംസ്ഥാനത്തെക്കുറിച്ചാണ് ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അതിലവർ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം, കേരളത്തിന് എല്ലാ മികവുകളും ഉള്ളപ്പോഴും പശ്ചാത്തല സൗകര്യ വികസനത്തിൽ കേരളം പിന്നിലായിരുന്നു. 8 കൊല്ലത്തെ പിണറായി സർക്കാർ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത് പശ്ചാത്തല സൗകര്യത്തിൽ വരുത്തിയ മാറ്റമാണ്. ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മുടങ്ങിപ്പോയ ഗെയിൽ പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി ആഗ്രഹിച്ചു, ഒന്ന് കൊണ്ടുവരാമോ? അത് പിണറായി വിജയൻ എന്ന് പറയുന്ന, ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്ന ധാർഷ്ട്യക്കാരനായ ഒരു മുഖ്യമന്ത്രി വേണ്ടി വന്നു. അതുപോലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നിർത്തിപ്പോയി അടച്ചുപൂട്ടിപ്പോയ ഒരു ദേശീയപാതയുടെ 2 എണ്ണം, ആ 2 പാതയും പൂർത്തിയാക്കുന്നതിന് ഈ ധാർഷ്ട്യക്കാരൻ എന്ന് പറയുന്ന, അപമാനിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ വേണ്ടി വന്നു. ഇതുപോലെ തന്നെ നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ടെങ്കിലും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിമോചന സമരത്തെ ഓർപ്പിച്ചു. 59 കേരളത്തിൽ UDF നടത്തിയ, അന്നത്തെ കോൺഗ്രസ് നടത്തിയിട്ടുള്ള വിമോചന സമരം ഇതേ ജൂലൈ മാസത്തിലാണ്. 59 തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരിനെ പുറത്താക്കിയ വിമോചന സമരം. ആ സമരത്തെ ഓർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വിഴിഞ്ഞം കേന്ദ്രമാക്കി ഞങ്ങൾ വിമോചന സമരം ആരംഭിക്കും. അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പിതൃത്വം അവകാശപ്പെടുന്നവർ വിമോചന സമരം നടത്തേണ്ടത്? അല്ല കെ അനിൽകുമാർ, അത് ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ മനുഷ്യാവകാശ പ്രശ്നവും സർക്കാർ അഡ്രസ്സ് ചെയ്യേണ്ടതായിരുന്നില്ലേ? അത് ഓർമ്മിപ്പിക്കുക എന്നത് പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വമല്ലേ അനിൽകുമാർ? അല്ല, അവിടെ തെറ്റുപറ്റിപ്പോയി. വിഴിഞ്ഞം തുറമുഖം പ്രത്യേകമായി എന്തെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നുവെന്ന് നാളിതുവരെ ഒരു റിപ്പോർട്ടും ഇല്ല. അങ്ങനെ വിഴിഞ്ഞം തുറമുഖം അങ്ങനെ ലംഘിക്കുന്നു റിപ്പോർട്ടില്ലാതിരിക്കുകയും അതിൻ്റെ പാരിസ്ഥിതിക അനുമതികൾ ജയറാം രമേശ് ഇരിക്കുന്ന കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊടുക്കുകയും ചെയ്തവർ, ഇത് മത്സ്യത്തൊഴിലാളിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് റിപ്പോർട്ട് അംഗീകരിച്ച ഒരു ഗവൺമെൻറ്, അതാണ് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടെൻഡർ വിളിച്ചത്. അവർ പിന്നീട് വന്ന് പ്രതിപക്ഷത്തായി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ കാലത്ത് കേരളം രക്ഷപ്പെടരുത്. ഇവിടെ ഞാൻ ഒരു കണക്ക് ഞാൻ പറയാനാകില്ല. ആകെ ചെലവ് 8,867 കോടി രൂപയാണ്. അതിൽ കേന്ദ്ര സർക്കാർ മുടക്കുന്ന 9.5%, 10% താഴെ മാത്രമാണ്, 818 കോടിയേ ഉള്ളൂ. രണ്ടാമത് അദാനി മുടക്കുന്നത് 2,454 കോടി, അതായത് 28%, 30% താഴെ. ഈ പദ്ധതിയുടെ സിംഹഭാഗവും 5,595 കോടി രൂപ, അതായത് 63% സംഖ്യയും കേരളമാണ് മുടക്കുന്നത്.
ഇത് കേരളത്തിന് മാത്രമുള്ള തുറമുഖമല്ല, ഇന്ത്യക്ക് മാത്രമുള്ളൊരു തുറമുഖമല്ല, ലോക ശ്രദ്ധ പിടിക്കുന്ന രാജ്യാന്തര തുറമുഖമാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു രാജ്യാന്തര തുറമുഖം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന ചുമതല ഇന്ത്യ രാജ്യത്തെ സർക്കാരിനായിരുന്നില്ലേ? 10 കൊല്ലക്കാലം ഇന്ത്യ ഭരിച്ച UPA സർക്കാരിനും ആൻ്റണി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുണ്ടായിരുന്ന UPA സർക്കാരിനും ഇപ്പോൾ 10 കൊല്ലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മോദി സർക്കാരിനും ഇതിലെ പങ്കെത്രയാണ്? നിങ്ങൾ രാജ്യാന്തര തുറമുഖമാണെന്ന് പറയുമ്പോൾ കൊളംബോ തുറമുഖത്തെ അല്ലെങ്കിൽ ദുബായ് തുറമുഖത്തേക്കാൾ ഉയർന്ന തുറമുഖമായി നമ്മൾ നിർമ്മിക്കുമ്പോഴത്തേക്കും അത്രയും വലിയ തുറമുഖം ലോകത്തൊരു അത്ഭുതമായിട്ട് ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകുമ്പോൾ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കാശ് മുടയ്ക്കുമോ? അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നയം തിരുത്തണം. ഇന്ത്യ അത് ശരിയാണ്. പക്ഷേ അപ്പോഴും ഇന്ന് പ്രതിപക്ഷം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദേശാഭിമാനിയിൽ കടൽക്കൊള്ള എന്ന് എഴുതിയത് ഇതേ പദ്ധതിയെക്കുറിച്ചാണ്. നിങ്ങൾ 6000 കോടി രൂപയുടെ ഭൂമി ഇടപാട്, റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്നാണെന്ന് വിമർശിച്ചത്. മൂന്നിൽ രണ്ടും സർക്കാർ പണം മുടക്കുന്ന പദ്ധതി ഈ അദാനിക്ക് തീരെഴുതി കൊടുക്കുന്നുവെന്ന് ദേശാഭിമാനി എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ സത്യമാണ്. സത്യമെന്നുള്ളൊരു തെളിവ് എന്താണ്? ഒരു തെളിവ്, ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ വിഴിഞ്ഞത്തിന് വേണ്ടി ആദ്യമായി ടെൻഡർ വിളിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരല്ല. മാത്രമല്ല, ബഹുമാനപ്പെട്ട കൊല്ലം MP ശ്രീ NK പ്രേമേന്ദ്രൻ മന്ത്രിയാണെന്ന്. അദ്ദേഹത്തെ വിളിച്ചോളൂ. അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്ത ചിത്രം ഞാൻ ബഹുമാനപ്പെട്ട അരുൺകുമാറിന് തരാം. എന്താ ഉദ്ഘാടനം ചെയ്തത്? ഫസ്റ്റ് ഫേസിൻ്റെ ഉദ്ഘാടനമാണ്. എന്നിട്ട് എന്താ അദ്ദേഹം ചെയ്തത്? അതിനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഓഫീസുകളുടെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളുടെ ഉദ്ഘാടനം നടത്തി. എന്നിട്ട് അവരെന്താ ചെയ്തത്? ടെൻഡർ വിളിച്ചു. ടെൻഡർ വിളിച്ചപ്പോൾ ഒരു കമ്പനി ടെൻഡർ പിടിച്ചു. ആ കമ്പനിക്ക് ടെൻഡർ നടപടി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവാദം നൽകാത്ത വിധം ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരിക്കുമ്പോൾ ആ കമ്പനിക്ക് ചൈനീസ് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞു. അപ്പോൾ ടെൻഡറില്ല, അനുമതിയില്ല. ഇപ്പോൾ അദാനിയുടെ ഈ തുറമുഖത്തിൻ്റെ മുഴുവൻ സാങ്കേതിക സഹായവും ചൈനയിൽ നിന്നാണ്. ഈ ക്രെയിനെല്ലാം വന്നത് ചൈനയിൽ നിന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അദാനിയാണ് ചൈനയിൽ നിന്ന് ക്രെയിൻ കൊണ്ടുവരാം. അതേസമയം ആൻ്റണി കേരളത്തിൻ്റെ പ്രതിരോധ മന്ത്രി, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോൾ മൻമോഹൻ സിംഗ് സർക്കാർ ആ ടെൻഡർ അംഗീകരിച്ചില്ല. വീണ്ടും ടെൻഡർ വന്നു. അതും VS സർക്കാരാണ് വിളിച്ചത്. ആ ടെൻഡർ വന്നപ്പോഴത്തേക്കും കോടതി കേസ് വന്നു. കാരണം എന്താണ്? ആദ്യത്തെ ടെൻഡർ റദ്ദാക്കിയതിനെതിരെ മറ്റൊരു കോടതി പോയി, നിയമയുദ്ധത്തിൽപ്പെട്ടു. അവസാനം മോഡൽ മാറ്റി. LDFൻ്റെ മാതൃക എന്താണ്? LDFൻ്റെ മാതൃക കേരള സർക്കാർ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൺസോർഷ്യമാക്കി മാറ്റിക്കൊണ്ട് സർക്കാർ പണം മുടക്കി കരാറുകാരനെ ഏൽപ്പിക്കുന്ന മോഡൽ ഞങ്ങൾ നിർമ്മിച്ചു. ഉമ്മൻചാണ്ടി വന്നപ്പോൾ മോഡൽ മാറി, PPP മോഡലായി, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, BOT മോഡൽ. അപ്പോൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനായി. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു, ഈ തുറമുഖം അദാനിക്ക് കൊടുത്തു. അദാനി ചെയ്തിട്ട് എന്താ ചെയ്യുക? അദാനി ചെയ്തിട്ട് ഈ തുറമുഖം അവർ 40 കൊല്ലം കൈവശം വെക്കും. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഇതേ അദാനി തന്നെ കുളച്ചൽ തുറമുഖം കൈകാര്യം ചെയ്യുന്നുണ്ട്. എത്ര കൊല്ലം? അത് 30 കൊല്ലമേ ഉള്ളൂ. ഞങ്ങൾ കടൽക്കൊള്ള എന്ന് പറയുന്നത് എന്താണ്? ഈ തുറമുഖത്തു നിന്നും ഇതിനു മുമ്പ് തന്നെ കേരളത്തിന് ലഭിക്കേണ്ട വരുമാനം അദാനിക്ക് കൊടുത്ത് നഷ്ടപ്പെടുത്തിയെന്ന CPMൻ്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ്റെ ആരോപണം ശരിവെക്കുന്നതാണ് C&AG റിപ്പോർട്ട്. പക്ഷേ നിങ്ങൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു, വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. എന്ത് കണ്ടെത്തി അനിൽകുമാർ? അവിടെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ചത് അഴിമതി ഉണ്ടോ എന്ന് നോക്കാനാണ്. ഏതെങ്കിലും വ്യക്തി അഴിമതി നടത്തിയോ നോക്കാനാണ്. ഞങ്ങൾ ഉന്നയിച്ച വിഷയം എന്താണ്? അദാനി വന്നപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ചെറിയ മനം മാറ്റം. അദാനിയാണെങ്കിലും കുഴപ്പമില്ല, അദാനിയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഉമ്മൻചാണ്ടി. നിങ്ങൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാരിനെതിരെയാണോ? ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയല്ലേ അനിൽകുമാർ നിങ്ങൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്? ഞാൻ പറയട്ടെ, ഒരു സർക്കാരിനെതിരെയും വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചില്ല. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് കരാറുമായി ബന്ധപ്പെട്ടാണ്. C&AG റിപ്പോർട്ട്. വിജിലൻസ് അന്വേഷണം സ്വകാര്യ വ്യക്തികൾക്ക് അന്വേഷണത്തിന് പരിധിയിൽ വിജിലൻസിന് വരാൻ കഴിയില്ലല്ലോ അനിൽകുമാർ. അല്ല, ഞാൻ പറയുന്നത് കരാറുമായി ബന്ധപ്പെട്ട് കരാർ സർക്കാരല്ലേ ഉണ്ടാക്കുന്നത്. ഏത് സർക്കാരിനെതിരെയാണ് വിജിലൻസ് അന്വേഷണം? 2016 പിണറായി സർക്കാർ വന്നതിന് ശേഷം എടുത്ത ആദ്യ തീരുമാനങ്ങളിൽ വിഴിഞ്ഞം പദ്ധതി അന്വേഷിക്കുമെന്നുള്ളതായിരുന്നില്ലേ? അത് ഏത് സർക്കാരിനെതിരെയായിരുന്നു? അല്ലല്ല, തെറ്റാണ്. അങ്ങയുടെ ഓർമ്മക്കുറവാണ്. C&AG റിപ്പോർട്ട് വന്നപ്പോൾ വിവാദമായപ്പോഴത്തേക്കും കേരളത്തിലെ LDF സർക്കാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഞാൻ അന്വേഷിച്ചേക്കാം. ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. പോയിന്റ് എന്താണ്? ഞങ്ങൾ പറയുന്ന പോയിന്റ് എന്താണ്? ശരി,
ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു നിയമാനുസരണം ഒരു കരാറുണ്ടായി. ആ കരാറിലെ വ്യവസ്ഥകളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷേ ചോദ്യം എന്താണ്? ഇപ്പോൾ ഈ കരാർ റദ്ദാക്കിയാൽ വിഴിഞ്ഞം തുറമുഖം ഇല്ല, ഇപ്പൊ ഉദ്ഘാടനം നടക്കുകയില്ല. തങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എതിർക്കും, ഭരണപക്ഷത്ത് വരുമ്പോൾ ഇൻഎവിറ്റബിൾ എന്ന് തോന്നുന്നു. അതാണല്ലോ പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ഒക്കെ ജോലികൾ. ഞാൻ തിരിച്ചു വരാം, അതുകൊണ്ടല്ല അത് തിരിച്ചു വരാമെന്നിൽ എനിക്ക് സുരേഷിലേക്ക് താങ്കൾ പറഞ്ഞ ഒറ്റ വാക്ക് മതി. അതായത് സർക്കാർ തുടർച്ചയാണ്. നിങ്ങൾ വിഴിഞ്ഞം കരാർ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു, ആക്ഷേപമുണ്ട്. നിങ്ങൾ ആ കരാർ ഏകപക്ഷീയമായി റദ്ദാക്കിയാൽ പിന്നെ അത് കോടതിയിൽ നിൽക്കുമോ? അല്ല, നാളെ സർക്കാർ കാണിച്ച വസ്തുതയാണ്. ട്രയൽ റണ്ണിന് ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി പറയാൻ പോകുന്നതും 7700 കോടി രൂപയുടെ പദ്ധതിയെക്കുറിച്ചാണ്. അന്ന് 6000 കോടിയുടെ ഭൂമി തട്ടിപ്പ്. 3-2 സർക്കാർ വിഹിതമാണ്. അന്നും ഇന്നും അത്ര തന്നെ. ഇപ്പോൾ 61.9%. 60 വർഷത്തേക്ക് സ്വകാര്യ കമ്പനിക്ക് 2 ഘട്ടം പൂർത്തിയാക്കിയാൽ അന്നും ഇന്നും ഒരുപോലെ തന്നെ, ഒരു മാറ്റവും. മത്സ്യബന്ധനത്തിന് മരണമണിയോ എന്നാണ് അന്ന് എഴുതിയിരുന്നത്. സമരം ചെയ്തു, ശരിയാണ്. മികച്ച പുനരധിവാസ പദ്ധതി കൊടുക്കാൻ സാധിച്ചു. കടലിൻ്റെ കണ്ണീരിൻ്റെ ഉപ്പ് എന്നാണ് അന്ന് ദേശാഭിമാനിയിൽ പറഞ്ഞിരുന്നതും തുടർച്ചയായിട്ട് സർക്കാർ ഈ വിഴിഞ്ഞം പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വാക്കും അതൊന്നും ഇന്നും തുടരുന്നു എന്നാണ് ഒരു വിഭാഗം ഇപ്പോഴും പറയുന്നത്. ഇതൊക്കെ അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് മറുപടി അടുത്ത 2ാം ഘട്ടത്തിൽ നൽകൂ. ഞാൻ സുരേഷിലേക്ക് വരാം. ഇത് ഞാൻ അങ്ങേക്ക് 2ാം ഘട്ടത്തിലേക്കുള്ള ചോദ്യം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സുരേഷ് നമുക്കൊപ്പമുണ്ട്, BJP പ്രതിനിധി. സുരേഷ്, അനിൽകുമാർ ചോദിച്ച ചോദ്യത്തിലുള്ള മറുപടി കൂടി. ഇത് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് ഈ രാജ്യത്തിൻ്റെ വികസന പ്രക്രിയയിൽ നിർണായക കുതിപ്പാവുന്ന ഒരു തുറമുഖത്തെ പരിപാലിക്കേണ്ടതിന് പകരം എന്തിനാണ് തടസ്സം നിന്നത് എന്നതാണ് ഒരു ചോദ്യം. 2ാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ BJPയുടെ പോർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോളിസികളിൽ മാറ്റം വരണം എന്നതാണ് അനിൽകുമാർ ഉന്നയിച്ച 2ാമത്തെ പ്രശ്നം. ശ്രീ അരുൺകുമാർ, നമ്മുടെ CPMൻ്റെ പ്രതിനിധി അനിൽകുമാർ എന്താണ് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിനെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം നാളെ ഇവിടുത്തെ ട്രയലിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ കപ്പൽ വരുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം ഇരുന്നിട്ട് കടൽ കൊള്ളയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ CPM പണ്ട് നടത്തിയ വരട്ടുവാദപരമായിട്ടുള്ള സമീപനങ്ങളെ സംബന്ധിച്ചുമൊക്കെ വാചാലനായിട്ട് പറയുന്നത് നാളെ നടക്കുന്ന ഉദ്ഘാടനത്തിന് അനുകൂലമായിട്ടാണോ എതിരായിട്ടാണോ എന്ന് സഖാക്കന്മാരെങ്കിലും മനസ്സിലാക്കിയാൽ മഹാഭാഗ്യമായി. അത്ര എനിക്ക് അതിനെക്കുറിച്ച് ആദ്യം പറയാനുള്ളൂ. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ ഒരു നയം മാറ്റമോ നിലപാട് മാറ്റമോ ഇല്ലാതെ അതിനെ പിന്തുണച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ഏക രാഷ്ട്രീയ പാർട്ടിയുടെ പേര് BJP എന്നാണ്. CPM UDF കേരളം ഭരിച്ച സമയത്ത് മുഴുവൻ വിഴിഞ്ഞത്തിനെതിരെ സമരം ചെയ്തു. CPM നടപ്പാക്കി തുടങ്ങിയപ്പോൾ കോൺഗ്രസ്സുകാർ ചില താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചില ആൾക്കാരെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അവരോടൊപ്പം ചേർന്ന് വിഴിഞ്ഞം പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കുന്ന രീതിയിലുള്ള സമരത്തിന് പ്രതിപക്ഷ നേതാവും സ്ഥല MLA വിൻസെൻ്റ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നിലപാട് തങ്ങൾ ഭരിക്കുന്ന സമയത്ത് വികസനം കൊണ്ടുവരിക, അതിൻ്റെ പേരിൽ PR വർക്ക് നടത്തുക, തങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്ത് അതിനെ അട്ടിമറിക്കുക. ഇതാണ് വിഴിഞ്ഞത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത്. വിഴിഞ്ഞം ആരുടെ കുഞ്ഞാണ് എന്നുള്ളതാണ് ന്യൂസ് 24ൻ്റെ റിപ്പോർട്ടറിൻ്റെ ബഹുമാന്യനായ ശ്രീ അരുണിൻ്റെയും അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെയും ചോദ്യം. വിഴിഞ്ഞം ഈ രാജ്യത്തിൻ്റെ കുഞ്ഞാണ് ശ്രീ അരുൺ. ഇത് കോൺഗ്രസിൻ്റെ കുഞ്ഞോ ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞോ പിണറായി വിജയൻ്റെ കുഞ്ഞോ ഒന്നുമല്ല. അങ്ങനെ അതിൻ്റെ പേരിൽ മാസപ്പടി വാങ്ങാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇത് രാജ്യത്തിൻ്റെ കുഞ്ഞാണ്. ഇതിന് ആരാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് രാജവംശം മുതൽ ഇതിന് ഇനിയിപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ കുഞ്ഞായിട്ട് തോന്നുമെങ്കിൽ രാജവംശക്കാലമുണ്ട്. നാഗർകോവിൽ മുതൽ തിരുവല്ല വരെയുള്ള രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ അവരുടെ തലസ്ഥാനവും അവരുടെ തുറമുഖവുമായിരുന്നു വിഴിഞ്ഞം എന്നാണ് ചരിത്രം. അതിനുശേഷം സർ CP സ്വാതന്ത്ര്യത്തിന് മുമ്പേ സർ CP ആണ് വിഴിഞ്ഞത്ത് ഇത്തരത്തിലുള്ളൊരു തുറമുഖത്തിൻ്റെ അനന്തമായ സാധ്യതയെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഉജ്ജ്വലമായിട്ട് പ്രസംഗിച്ചത്. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടി 65 വർഷക്കാലം ഈ കേരളവും EMS മുതൽ അച്യുതാനന്ദൻ വരെയുള്ളവരും പിണറായി ഉൾപ്പെടെയുള്ളവർ മന്ത്രിസഭയിൽ ഇരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെ കേരളം ഭരിച്ചു. അവർക്കൊന്നും ഈ 65 വർഷത്തെ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി നയാ പൈസയുടെ പണിയെടുക്കാൻ സാധിച്ചിരുന്നില്ല.
ഇവിടെ എന്നാണ് ഈ വിഴിഞ്ഞം തുറമുഖം ആയി തുടങ്ങിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 2014 മേയിൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി വന്ന് 6 മാസത്തിനുള്ളിലാണ് ടെൻഡർ നടപടികൾക്ക് ആരംഭം കുറിക്കുന്നത്. ആ 6 മാസത്തിനുള്ളിൽ ടെൻഡർ നടപടികൾക്ക് ആരംഭം കുറിച്ചപ്പോൾ ടെൻഡർ എടുക്കാൻ ആളില്ല. അതിനു മുമ്പ് 5 പ്രാവശ്യം ടെൻഡർ നടപടികൾ പൂർത്തിയാകാതെ വഴിയിലിട്ട് പോയതാ. എടുക്കാൻ ആളില്ല. അദാനി മാത്രമേ കോട്ട് ചെയ്തുള്ളൂ. അവസാനം ആ പ്രത്യേക പരാമർശപ്രകാരം അദാനിക്ക് അത് ഏൽപ്പിക്കുകയും അത് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തുറമുഖത്തിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് വിപ്ലവകരമായിട്ടുള്ള തീരുമാനമെടുത്തത് ഇന്ത്യ ഗവൺമെൻറ് നരേന്ദ്രമോദി സർക്കാരാണ്. അന്ന് നിതിൻ ഗഡ്കരി ആയിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തെ ഡൽഹിയിൽ ഉൾപ്പെടെ പോയി കണ്ട രാജഗോപാലിനും ശ്രീ വി മുരളീധരനും ഉൾപ്പെടെ ഓടൊപ്പം ഡൽഹിയിൽ ഉൾപ്പെടെ പോയിട്ട് ഇത് യാഥാർത്ഥ്യമാകണമെന്ന് കണ്ട BJPയുടെ സംഘത്തിൽ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും ഉണ്ടായിരുന്നു. ഇത് ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അനുവദിക്കപ്പെട്ടതിന് ശേഷമാണ് ഇത് പച്ചക്കൊടി കിട്ടിയത്. അതിനുവേണ്ടിയുള്ള തൻ്റെ ഇടവും നിലപാടും എടുക്കാൻ UPA ഭരണകൂടങ്ങൾക്ക് സാധിച്ചില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യ ഒരുമിച്ച് ഭരിച്ചപ്പോൾ സാധിച്ചില്ല. കോൺഗ്രസിന് ഇന്നേ വരെ സാധിച്ചിരുന്നില്ല. ആ തീരുമാനമെടുത്ത BJP അല്ലേ യഥാർത്ഥത്തിൽ ഇതിന് തുറമുഖം ഉയർന്നു വരാൻ കാരണമായത്? ഒന്നുകൂടെ പറഞ്ഞോട്ടെ. അപ്പോൾ അത് BJP അല്ലേ കാരണമെന്ന് പൊതുജനം ചിന്തിച്ചോട്ടെ. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞായിട്ടൊന്നും അത് പറയുന്നില്ല. അത് രാജ്യത്തിൻ്റെ കുഞ്ഞാണ്, രാജ്യത്തിൻ്റെത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. അങ്ങനെ കുഞ്ഞാണെന്ന് പറയില്ലെന്ന് പറയുമ്പോഴും ഈ പ്രോജക്റ്റിന്റെ കേവലം 10% താഴെ മാത്രമാണ് കേന്ദ്രം വഹിക്കുന്നത്. 9.6% മാത്രം. 8493.44 കോടിയിൽ കേവലം 816 കോടി മാത്രമാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന് ഭാരിച്ച ചുമതലയുണ്ട്. 61.9%. ശ്രീ അനിൽകുമാർ ഇവിടെ പറഞ്ഞത് എത്രത്തോളം വലിയ വിഡ്ഢിത്തമാണ്. ഞാനിവിടെ അനിൽകുമാറിനോട് ചോദിക്കുന്നു, ശ്രീ അനിൽകുമാർ, ഇതാ 1ാം ഘട്ടം ഈ ചിങ്ങമാസത്തിൽ ഇന്ത്യക്ക് സമർപ്പിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ഇന്നേ വരെ എത്ര രൂപ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 1ാം ഘട്ട വികസനത്തിന് വേണ്ടി കൊടുത്തു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റുമോ? എത്ര രൂപ കൊടുത്തു? നിങ്ങൾ ഇവിടെ 4500 കോടി രൂപ. ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞ കണക്കെന്താ? വിഴിഞ്ഞം തുറമുഖം അദാനി ചെലവഴിക്കുന്നത് 2454 കോടി എന്നാണ്. ശ്രീ അനിൽകുമാർ, താങ്കൾ മനസ്സിലാക്കണം, ഇതിനോടകം 4500 കോടി രൂപ അദാനി ചെലവഴിച്ചു കഴിഞ്ഞു എന്ന് താങ്കൾ മനസ്സിലാക്കണം. അവതരിപ്പിച്ചത്. ഇനി മറ്റൊന്നു കൂടി ഞാൻ പറയാൻ അല്ലല്ല BJPയുടെ കണക്ക് ഞാൻ പറയാം. ഞാൻ വെയിറ്റ് ചെയ്യൂ. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതൊന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കോട്ടെ. ശ്രീ അരുൺ, ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട അപ്രോച്ച് റോഡ് ചെയ്യുന്നതാരാ? അദാനി. സംസ്ഥാന സർക്കാർ നിർവഹിക്കേണ്ട പുലിമുട്ട് ചെയ്യുന്നതാരാ? അദാനി. സംസ്ഥാന സർക്കാർ നിർമ്മിക്കേണ്ട ഫിഷിംഗ് ഹാർബർ ചെയ്യേണ്ടതാരാ? അദാനി. ഞങ്ങൾ പൈസ ഇപ്പോൾ ഇല്ല, പൈസ എപ്പോഴെങ്കിലും തന്നോളാം എന്ന് അദാനിയുടെ കാലിൽ പിടിച്ച് സംസ്ഥാന സർക്കാർ കൊടുത്തു തീർത്തേ മതിയാവും. അതല്ലെങ്കിൽ ഈ പറയുന്ന എഗ്രിമെന്റിൽ 15 വർഷത്തിന് ശേഷം ലഭിക്കുന്ന ലാഭവിഹിതത്തിൽ കുറവുണ്ടാവും. സുരേഷ്, എന്റെ ചോദ്യം അതായിരുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്തുകൊണ്ടാണ് 10% താഴെ കുറഞ്ഞു പോയത് എന്നുള്ളതായിരുന്നു. ശ്രീ അരുൺ ഇതൊക്കെ അനിൽ പറഞ്ഞോട്ടെ, അങ്ങ് സഹായിക്കാതിരിക്കൂ. അല്ല, എന്റെ ചോദ്യമാണ്. ഞാൻ ആരെയും സഹായിക്കുന്നില്ല. ഞാൻ ചോദിച്ചത് അങ്ങ് കേട്ടതല്ലേ. ശ്രമിക്കൂ. അതെ. അപ്പോൾ ഞാൻ പറയുന്നത്, സംസ്ഥാന സർക്കാർ അങ്ങേയറ്റത്തെ ഇതുവരെ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഇതിനെ തുരങ്കം വെച്ചു. സർക്കാർ സംവിധാനം വന്നതിന് ശേഷം വേണ്ടത്ര ഫണ്ട് മൊബിലൈസ് ചെയ്യാനോ കൊടുക്കാനോ തയ്യാറാകാതെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി. അപ്രോച്ച് റോഡും പുലിമുട്ടും ഫിഷിംഗ് ഹാർബറും ഉൾപ്പെടെയുള്ളത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അദാനിയുടെ തോളിൽ ചാരിയിട്ട് ഇങ്ങനെ പറയുകയാണ്, ഞങ്ങളിത് 5595 കോടി, 500 കോടി പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. ശ്രീ മിസ്റ്റർ അനിൽകുമാർ, നിങ്ങളുടെ സർക്കാർ 500 കോടി പോലും കൊടുത്തിട്ടില്ല. അത് താങ്കൾ മനസ്സിലാക്കണം. ശരി, എനിക്കൊരു മറുപടി വേണം. ഞാൻ അരുണിന്റെ ചോദ്യമുണ്ടല്ലോ. ശ്രീ അരുൺ അങ്ങ് പറഞ്ഞത് ഇത് കേന്ദ്ര സർക്കാർ 800 കോടി മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നാണ്. ശ്രീ അരുൺ,
കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അമൃത് കാൽ മാരിടൈം വിഷൻ ഉണ്ട്. 2023 ഇന്ത്യൻ പ്രധാനമന്ത്രി അവതരിപ്പിച്ചത്. ആ വിഷൻ പ്രകാരം ഇന്ത്യയിൽ 80 ലക്ഷം കോടിയുടെ മാരിടൈം മേഖലയിലുള്ള വ്യവസായ സംരംഭങ്ങൾ വരണം എന്നുള്ളതാണ് ആ വിഷന്റെ ഭാഗം. അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ അഭിപ്രായം പറയാൻ താങ്കളില്ല എന്ന് പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നു. ശരി, ഇനി ഇത് മുന്നോട്ട് പോകുമ്പോൾ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും കഴിയുമ്പോഴാണ് നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ വിഴിഞ്ഞം ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ട്രാൻസ്ഷിപ്പ് പോർട്ടായിട്ട് മാറുക. ആദ്യഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ, അവിടെ സുരേഷ് സൂചിപ്പിച്ചൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. നിലവിലിത് അദാനി ഈ പണം മുടക്കുന്നു. ഒന്നാം ഘട്ടം ഏകദേശം പൂർത്തിയായി, രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. അത് പൂർണ്ണമായും അദാനിയാണ് അതിന് ചെലവ് വഹിക്കേണ്ടത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പ്രോജക്റ്റിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വെച്ച എഗ്രിമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും കാര്യമായ മാറ്റം പിണറായി സർക്കാരിൻ്റെ ഈ എഗ്രിമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയാണ്. എലിയസ് ജോൺ. രണ്ട് ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യമായിട്ട് എടുക്കാം. ഒന്ന്, ഞാൻ ഈ മത്സരിച്ച് സമയമൊന്നും ചോദിക്കുന്നില്ല. അവരെല്ലാവർക്കും സമയം കൂടുതൽ വേണം, എനിക്ക് സമയം വേണ്ട. രണ്ട് കാര്യമാണ് അരുൺ ചോദിച്ചത്. കേന്ദ്രത്തിന്റെ പങ്ക് ഇതിനകത്ത് വളരെ പരിമിതമായിപ്പോയി. നമുക്ക് തൊട്ടടുത്ത് വാധ്വാൻ എന്ന് പറയുന്ന ഒരു പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട് മഹാരാഷ്ട്രയിൽ. മൊത്തം ബജറ്റ് എത്രയാണെന്നറിയാമോ? 76,000 കോടി രൂപ. ഈ ഇന്റർനാഷണൽ മാരിടൈം റൂട്ടിൽ നിന്ന് ഏകദേശം 400-500 നോട്ടിക്കൽ മൈൽ അകലെ കിടക്കുന്ന ഒരു പോർട്ടിൽ ഈ അന്തർദേശീയ വ്യാപാരം നടക്കുക വളരെ പരിമിതമാണ്. ആ പോർട്ടിന് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ 76,000 കോടി വരുമ്പോൾ വിഴിഞ്ഞം ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. ഏകദേശം 3,000 കോടി രൂപയാണ് ശ്രീലങ്കയും മലേഷ്യയും സിംഗപ്പൂരും ദുബായും ഒക്കെ വീതിച്ചെടുക്കുന്ന ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ന് തുടങ്ങി, ട്രാൻസ്ഷിപ്മെന്റ് തുടങ്ങി. ഇന്ന് ഇറങ്ങുന്ന ഓരോ കണ്ടെയ്നറിൽ നിന്നും $100 വീതമാണ് ലാഭിച്ചു കൊടുക്കുന്നത്. ആർക്കാണ് ലാഭിക്കുന്നത്? ഒരിക്കലും സ്റ്റേറ്റ് ഗവൺമെന്റിന് അല്ലാതെ. നമ്മൾ വസ്തുതകളായിട്ട് അംഗീകരിക്കണം. ഈ ഫോറിൻ എക്സ്ചേഞ്ച് മുഴുവൻ ലാഭിച്ചു കൊടുക്കുന്നത് കേന്ദ്രത്തിനാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ കണക്ക് കേന്ദ്രത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കേരളത്തിൽ ആരും ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗതികേട്. 3,000 കോടി രൂപ ഗ്രാജുവലി കേന്ദ്രത്തിന് ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് ലാഭിച്ചു കൊടുക്കുന്ന ഒരു പ്രൊജക്ടിന് വേണ്ട പിന്തുണ, എസ്പെഷ്യലി വാധ്വാന് വേണ്ടി 76,000 കോടി രൂപ കണ്ടെത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്തിനു വേണ്ടി കേന്ദ്രം എന്തു നൽകി? പക്ഷെ വിഴിഞ്ഞത്തിനു വേണ്ടി സംസ്ഥാനം കേന്ദ്രത്തോട് എന്ത് ചോദിച്ചു? ഇത് രണ്ടും പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. അപ്പൊ ഇത്തരം ഭാവി രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്ഷിപ്മെന്റിന്റെ ബെനിഫിറ്റ് രാജ്യത്തിന് കിട്ടാൻ പോകുന്നു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ അതിന്റെ തുടക്കം വരുന്നുണ്ട്. ഇപ്പൊ 2,000-ഓളം കണ്ടെയ്നർ ഇവിടെ ഇറങ്ങി. ഇനി വരാൻ പോകുന്ന 3 കപ്പലിലൂടെ അത് രാജ്യത്തിനകത്ത് കൊണ്ടുപോകുന്നുണ്ട്, ശ്രീലങ്കയിലോട്ട് പോകുന്നുണ്ട്, പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞു. കേന്ദ്രത്തിന്റെ വളരെ അടിയന്തരമായ ശ്രദ്ധ ഇതിനകത്ത് വരണം. എവിടെയാണ്? പോർട്ടിൽ മാത്രമല്ല. പോർട്ട് ഇപ്പോൾ അദാനി 10,000 കോടി രൂപയോളം എന്നുള്ളൊരു എസ്റ്റിമേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. 2-3 ഘട്ടത്തിൽ അദാനി നേരിട്ടാണ് അതിനകത്ത് പൈസ ചെലവഴിച്ച് വികസനം നടത്താൻ പോകുന്നത്. പക്ഷെ വാട്ട് അബൌട്ട് അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ റിംഗ് റോഡ് വരണം, NH വരണം, ബൈപ്പാസ് കണക്ട് ചെയ്യണം, റെയിൽവേ പാത വേണം. ഇതൊന്നുമായിട്ടില്ല. അപ്പൊ ഇത്രയും ഫോറിൻ എക്സ്ചേഞ്ച് നേടിത്തരാൻ പോകുന്ന ഒരു പ്രൊജക്ട് എന്ന നിലയ്ക്ക് കേരളത്തിന് ഒരു പരിഗണന കൊടുക്കണം. കാരണം കേരളത്തിന് ഇത്തരം ഒരു പദ്ധതി നടത്തിച്ച് ഒരു പരിചയവുമില്ല. ഇവിടെയുള്ള ഇതൊക്കെ നോക്കുന്നത് നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരാണല്ലോ. ഇവിടുത്തെ IAS ഉദ്യോഗസ്ഥർക്ക് ആകെ അപൂർവമായിട്ട് മാത്രമാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ചെയർമാൻ സ്ഥാനത്ത് വരാൻ കഴിയുന്നത്. വളരെ അപൂർവം പേർക്ക്. ഡോക്ടർ ബീന മാഡത്തിനെ പോലുള്ള അവരായിരുന്നു, ഡോക്ടർ ബാബു പോൾ. അപ്പൊ അവർക്ക് മാത്രമാണ് പോർട്ട് എന്താണ്, കപ്പൽ എന്താണ്, മാരിടൈം ഇക്കോണമി എന്താണെന്ന് നേരിട്ട് പഠിക്കുവാൻ അവസരം കിട്ടിയിട്ടുള്ളത്. ബഹുഭൂരിപക്ഷത്തിനും കടലും മാരിടൈം എക്കോണമിയെക്കുറിച്ചും വലിയ ധാരണയില്ലാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജനറേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കേന്ദ്രത്തിൽ ഒരു നെഗോസിയേഷൻ നടത്താൻ ഇന്നുവരെ കേരളത്തിൽ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു നീക്കം നടന്നിട്ടില്ല. അതിന്റെ തുടർച്ചയായിട്ട് ഒരു പൊളിറ്റിക്കൽ നീക്കവും നടന്നിട്ടില്ല. ഇതാണ് നമ്മുടെ ഒരു ഗതികേട്.
കേരളത്തിന് ഇത്രയും വലിയൊരു സാധ്യതയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ രാജ്യത്തിന് മുഴുവനുമായിട്ട് കൊടുക്കാൻ കഴിയുമ്പോൾ ആനുപാതികമായിട്ടുള്ള നിക്ഷേപം ഇവിടെ വരേണ്ടതാണ്. വന്നില്ലെങ്കിൽ വിലപേശി വാങ്ങേണ്ടതാണ്. ഇത് രണ്ടും നടന്നില്ല. അതൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. രണ്ടാമത്തെ ചോദ്യം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഇതിൽ നിന്ന് എത്ര വിഭിന്നമാണ് പിണറായി സർക്കാരിന്റെ കാലത്തെ ഈ വിഴിഞ്ഞം കരാർ എന്നതാണ്? അഥവാ അതതിന്റെ തുടർച്ച തന്നെയല്ലേ? കരാറിൽ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. കരാറിൽ ഒരു മാറ്റവും വരുത്താൻ ആർക്കും പറ്റത്തുമില്ല. ഒരിക്കൽ കരാർ അത് കോടതിയിൽ പോവില്ലേ, ചലഞ്ച് ചെയ്യപ്പെടത്തില്ലേ? ആകെ ഉണ്ടായത് ആർബിട്രേഷനാണ്. ഈ കാലയളവിൽ ഉണ്ടായത് ഓഖി കാരണവും ഡൌട്ടേ കാരണവും പിന്നെ നമ്മുടെ പ്രളയം കാരണവും ഒക്കെ ഉണ്ടായ കോവിഡ് ഉൾപ്പെടെയുള്ള നഷ്ടങ്ങളിലൂടെ, പണി നടക്കാതെ പോയതിലൂടെ, അല്ലെങ്കിൽ പണിയിലുണ്ടായ തടസ്സം കാരണം നിശ്ചിത കാലയളവിനുള്ളിൽ പണി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നപ്പോൾ നഷ്ടപരിഹാരം അദാനി ഗവൺമെന്റിലോട്ട് കൊടുക്കണമെന്നുള്ളൊരു വ്യവസ്ഥ അതിനകത്തുണ്ട്. അത് പ്രകാരം ക്ലെയിം വെച്ചപ്പോൾ തിരിച്ചവർ ഈ പറയുന്ന സ്വാഭാവികമായുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ കേസ് എടുത്തു വെച്ചുകൊണ്ട് തിരിച്ച് കൗണ്ടർ സംസ്ഥാന സർക്കാരിൽ ചാർജ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ അങ്ങനെ ഇതൊരു ആർബിട്രേഷന്റെ ഭാഗമായിട്ട് ഇപ്പോ ആ തുക കുറഞ്ഞു വന്നിരിക്കുകയാണ്. അല്ലാതെ കരാറിൽ ആസ് സച്ച് ഒരാൾക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. അങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട കരാറിൽ നിന്ന് വിഭിന്നമായ ഒരു കരാറല്ല ഇന്ന് മുന്നോട്ട് പോകും. അതുകൊണ്ട് അടുത്ത ഒരു UDF ഗവൺമെന്റ് ആണ് വരുന്നതെങ്കിലും മാറ്റം ഉണ്ടാവില്ല, ഇതേ തുടർച്ചയായിരിക്കും. ഞാൻ തർക്കിച്ച സമയം ചോദിക്കുന്നില്ല, എനിക്ക് തൊണ്ട വയ്യ. ശ്രീ എലിയാസ് ജോൺ, ഒരു കാര്യം കൂടി. ശ്രീ എലിയാസ് ജോൺ, അങ്ങ് വാധ്വാന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിത് റെഫർ ചെയ്തപ്പോൾ കണ്ടത് അത് കേന്ദ്ര സർക്കാരിന്റെ പോർട്ട് ആയിട്ടല്ല അതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതേപോലെ PPP ആണ്. അവിടെ എനിക്ക് തോന്നുന്നു ജവഹർലാൽ നെഹ്റു പോർട്ടോ മറ്റോ ആണ് അവിടെ 76% അതിന്റെ മുടക്കുന്നത്, കേന്ദ്ര സർക്കാരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 76% പൈസ മുടക്കുന്നത് JNPT ആണ്. അതെ, 76% പൈസ മുടക്കുന്നത് JNPT ആണ്. മറ്റതൊരു സ്പെഷ്യൽ പർപ്പസ് വർക്കുകൾ രൂപീകരിച്ചിട്ടാണ് ബാക്കി വരുന്ന 24%. അതെ. അപ്പൊ ബഹുഭൂരിപക്ഷം വരുന്നത് JNPT പൈസ. ആരുടെ പൈസയാണ് JNPTയുടെ പൈസ? കേന്ദ്ര സർക്കാരിന്. ലാഭവിഹിതം മുഴുവൻ കൊടുക്കുന്നത് കേന്ദ്രത്തിനല്ലേ? അവിടെയാണ് സുരേഷ് മറുപടി വേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനിൽകുമാർ ചോദിച്ച ഈ ചർച്ചയിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങളിൽ ഒന്നാണ് എലിയാസ് ജോൺ ചോദിച്ചത്. അത് എന്തുകൊണ്ട് നിങ്ങൾ മഹാരാഷ്ട്രയിലെ ഈ വാധ്വാൻ പോർട്ടിൽ ഒരു പോളിസി ഇവിടെ വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാഞ്ഞിട്ടാണോ അതോ സംസ്ഥാന സർക്കാർ വിശദീകരിക്കാഞ്ഞിട്ടാണോ അത് 10% താഴെ മാത്രം ഷെയർ കേന്ദ്രത്തിൻ്റെ ഉള്ളത് എന്നതാണ് ചോദ്യം. അതിന് സുരേഷ് മറുപടി പറയട്ടെ. അതിനു മുമ്പ് എനിക്ക് ജ്യോതികുമാർ ചമക്കാലയിലേക്ക് പോകണം. ജ്യോതികുമാർ ചമക്കാല, നിലവിൽ അനിൽകുമാറിന് താങ്കൾ മറുപടി പറയുന്നതിനോടൊപ്പം ഇത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞെന്നും ഒക്കെ ചില വ്യാഖ്യാനങ്ങൾ കേട്ടു. അത് ശരിയാവില്ലല്ലോ. ചരിത്രവും കഥയൊക്കെ പറഞ്ഞാൽ CPയുടെ കാലത്തും തുടങ്ങണം എന്നാണ് സുരേഷ് പറഞ്ഞത്. പക്ഷേ അതിൽ താഴെ നമുക്ക് തുടങ്ങാം. അത് MV രാഘവൻ്റെ കാലത്ത് തുടങ്ങേണ്ടതുണ്ട്, K കരുണാകരൻ്റെ കാലത്ത് തുടങ്ങേണ്ടതുണ്ട്. അതിനുശേഷം വരുന്ന AK ആൻ്റണിയുടെ കാലത്തും സമാനമായ നീക്കങ്ങൾ നടക്കുന്നു. അന്ന് AK ആൻ്റണിയുടെ കാലത്തും MV രാഘവനാണ് തുറമുഖ വകുപ്പ് മന്ത്രി. അപ്പോൾ MV രാഘവൻ കൊണ്ടുവന്നൊരു കുഞ്ഞാണ്, K കരുണാകരൻ്റെ കുഞ്ഞാണ്. അത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ എല്ലാവരും ഉമ്മൻചാണ്ടിയിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിന് പിന്നിലെ രാഷ്ട്രീയ താല്പര്യം എന്തെന്നുള്ളത് ഒരു ചോദ്യം. രണ്ട്, ഈ സർക്കാർ ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ ആഗ്രഹിച്ചു, അതിന് തുടർച്ചയായിട്ട് വന്നു. അതിനകത്തെ ചില പോരായ്മകൾ CAG ചൂണ്ടിക്കാട്ടി. അത് അന്വേഷിക്കാൻ വേണ്ടി വിജിലൻസിൻ്റെയും ജുഡീഷ്യനെയും നിയമിച്ചു എന്നതിനുമപ്പുറം പിണറായി വിജയൻ എന്തു ചെയ്തു എന്ന നിഷ്കളങ്കമായ ചോദ്യമാണ് അനിൽകുമാർ ചോദിച്ചത്. അതിനോട് ഞാൻ കൃത്യമായി മറുപടി പറയാം. ഇവിടെ BJPയുടെ പ്രതി പറഞ്ഞിട്ട് പോയതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ഇവിടെ കോൺഗ്രസ് എപ്പോഴും ഈ പദ്ധതിയുടെ അഥവാ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ കോൺഗ്രസ് UDF ശ്രമിച്ചതാണ്. ഒരു ഘട്ടത്തിൽ ശ്രമിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ആ തീരദേശവാസികൾ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ പോർട്ടിൻ്റെ നിർമ്മാണം നിർത്തിവെക്കണം എന്നത് ഒഴികെയുള്ള കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ഇടപെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ അനിൽകുമാർക്ക് വന്ന് പിന്നെ അദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാരിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ എന്താ പറയുന്നത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിൻ്റെ ഭാഗമായി 800 രൂപ കൊടുക്കുമ്പോൾ അതേ തീരുമാനത്തിനോടൊപ്പം 50% കേന്ദ്ര സർക്കാരും 50% സംസ്ഥാന സർക്കാരും തീരുമാനിക്കുമ്പോൾ അന്ന് UDF ആണെന്നേ. കേന്ദ്രം കൊടുക്കുന്ന ആ തുകയ്ക്ക് തത്തുല്യമായ തുക വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന നിലയിൽ കൊടുക്കാൻ അന്നത്തെ UDF സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നുള്ള കാര്യം സുരേഷിന് അറിയാമോ? അപ്പോൾ കേന്ദ്രം കൊടുത്തതിനെക്കുറിച്ചും കേന്ദ്രത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ചും ഒന്നും പറയണ്ട. ഇനി ഞാൻ അതിലേക്ക് മടങ്ങി വരാം. ഇവിടെ അച്യുതാനന്ദൻ 91 മുതൽ അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണെന്ന് പറഞ്ഞു പോയി. അതിനു മുമ്പ് നോക്കൂ, വിഴിഞ്ഞം തുറമുഖവും സ്വകാര്യ മേഖലയ്ക്ക് എന്ന് പറഞ്ഞ ദേശാഭിമാനിലെ പേപ്പർ കട്ടിങ്ങാണ് ഞാൻ താങ്കളെ കാണിച്ചത്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട 1-2 വാചകങ്ങൾ ഞാൻ വായിക്കാം.
ഒക്ടോബർ 14 വിഴിഞ്ഞം തുറമുഖവും സ്വകാര്യ കമ്പനി കൈമാറുന്നുള്ള വഴിയൊരുങ്ങി. തുറമുഖ വികസനത്തിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം 100 വർഷമെങ്കിലും തുറമുഖം സ്വകാര്യ കമ്പനിയുടെ അധീനതയാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണുന്നു. ആരൊക്കെ ഒപ്പുവെച്ചെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അന്നത്തെ സഹകരണ മന്ത്രി എം വി രാഘവൻ 91-96 കാലഘട്ടത്തിലാണ്. വിഴിഞ്ഞത്തിനടുത്ത് കോട്ടപ്പുറത്ത് സെക്കന്ദരാബാദിലെ കുമാർ എനർജി ഗ്രൂപ്പ് അതൊക്കെ പറഞ്ഞു വരികയാണ്. ഞാൻ ഒരു വാചകം കൂടി വായിച്ച് അവസാനിപ്പിക്കാം. തുറമുഖത്തിന്റെ വികസനം നടപ്പാക്കി 30 വർഷത്തിന് ശേഷം സംസ്ഥാന സർക്കാരിന് കൈമാറുമെന്നുള്ള കരട് ധാരണാപത്രത്തിലെ വ്യവസ്ഥ എടുത്തു കളഞ്ഞതിന് ശേഷമാണ് അന്തിമ കരാർ തയ്യാറാക്കിയത്. നിർമ്മാണ നടത്തിപ്പിന് കൈമാറ്റം എന്നിവയ്ക്ക് വേണ്ടിയുള്ള BOT കരാർ പ്രകാരം 30 വർഷത്തിന് ശേഷം തുറമുഖം സംസ്ഥാനത്തിന് കൈമാറുമെന്നായിരുന്നു കരാർ വ്യവസ്ഥ. ഇതിന് പകരം പണി പൂർത്തിയാക്കി 30 വർഷത്തിന് ശേഷമെന്ന് ഒറിജിനൽ ഭേദഗതി വരുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പദ്ധതിയും അന്ന് വെച്ച MOU മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞുകൊണ്ട് CPM-ന്റെ പത്രത്തിൽ വന്നിട്ടുള്ള പത്രക്കുറിപ്പാണ് ഞാൻ കാണിച്ചത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്, നമ്മുടെ അച്യുതാനന്ദൻ്റെ കാലത്ത് എന്തൊക്കെ ചെയ്തെന്നാണ്. ഇവിടെ അച്യുതാനന്ദൻ്റെ കാലത്ത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ നടത്തി. തിരുപ്പുറത്തും വിഴിഞ്ഞത്തുമൊക്കെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ തീരദേശ മേഖല അശാന്തിയുടെ ഭാഗമായി. നിങ്ങൾ ഭൂമി ഏറ്റെടുത്തിരുന്നോ? നിങ്ങൾ ടെൻഡർ വിളിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾ ഭൂമി ഏറ്റെടുത്തിരുന്നോ? നിങ്ങൾ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിരുന്നോ? നിങ്ങൾ സാമൂഹിക ആഘാത പഠനം നടത്തിയിരുന്നോ? നിങ്ങൾ അതുപോലെ DPR ഉണ്ടാക്കിയിരുന്നോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ തീരുമാനിച്ചതിന് ശേഷമാണോ അന്ന് ഇത്തരത്തിൽ എം വിജയകുമാർ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് VS അച്യുതാനന്ദന്റെ കാലത്ത്? അതേനെ ഞാൻ പറഞ്ഞത്, പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതെ, മാത്രമല്ല ലാൻഡ് ലോഡ് മോഡലിലായിരുന്നു അത് എന്നുള്ളത് മറ്റൊരു വസ്തുത. ഭൂമി സർക്കാരിന്റെ കൈവശം നിർത്തിക്കൊണ്ട് അത് നടക്കാതെ പോയത് കൊണ്ടാണ് പിന്നീട് ശ്രീ ഉമ്മൻചാണ്ടി ഇതിലേക്ക് ഇടപെടുമ്പോൾ ഉള്ള അതിന്റെ ഒരു സൗന്ദര്യം, അദ്ദേഹം കൈകാര്യം ചെയ്ത ആ രീതിയുടെ ഒരു സൗന്ദര്യമുണ്ടല്ലോ, അത് ഏറ്റവും നല്ല ഭരണ പരിഷ്കർത്താവിന് അല്ലെങ്കിൽ ഭരണകർത്താവിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. ഇവിടെ എന്താണ് ഈ ഭൂമി ഏറ്റെടുക്കലിനെ സംബന്ധിച്ച്, ഭൂമി ഏറ്റെടുക്കലിന് അപ്പുറത്തേക്ക് കടൽ നികത്തിക്കൊണ്ടാണ് കൂടുതൽ സ്ഥലമെടുത്തെടുത്ത് മിനിമം ഭൂമി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംവിധാനം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം സാമൂഹ്യ ആഘാത പഠനം നടത്തി, പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി, ഹിയറിംഗ് നടത്തി. മാത്രമല്ല ചെന്നൈ ഗ്രീൻ ട്രിബ്യൂണലിലും ഡൽഹി ഗ്രീൻ ട്രിബ്യൂണലിലും ഉണ്ടായിരുന്ന കേസുകൾ, ആ കേസ് വരുമ്പോൾ മനസ്സിലാക്കണം, കുളച്ചലിൽ ഇതേപോലെ തന്നെ 40 കിലോമീറ്റർ അപ്പുറത്ത് കുളച്ചലിൽ ഇതുപോലൊരു പോർട്ട് തുടങ്ങാൻ വേണ്ടി അന്നത്തെ കേന്ദ്രമന്ത്രി കൂടിയായ പൊൻ രാധാകൃഷ്ണൻ അവിടെ നിന്നുള്ള MP ആണ്. അദ്ദേഹം അത് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചതിക്കുഴികളിലൊന്നും വീഴാതെ വളരെ കൃത്യമായി ആ കേസ് നടത്തി, ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് പ്രത്യേകിച്ച് കേസ് എന്ന് വെച്ചാൽ വളരെ കൃത്യമായി നടത്തിക്കൊണ്ടുപോവുകയും അത് മാത്രമല്ല ആ തീരദേശത്തെ പ്രദേശങ്ങളിലെ ജനങ്ങളുമായി നിരന്തരമായി സംവാദം നടത്തി അവരുമായി ചർച്ച ചെയ്ത് തീരശോഷണം ഉണ്ടായാൽ അത് തീരശോഷണം ഉണ്ടാകുമെന്നും 3000-ഓളം വീടുകൾ തീരശോഷണത്തിന്റെ ഭാഗമായി നഷ്ടപ്പെടുമെന്നും ബോധ്യപ്പെട്ട് 470 കോടി രൂപയുടെ പാക്കേജ് ഉൾപ്പെടെ സംബന്ധിച്ചുകൊണ്ട് വീട് നഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് വീടും ഭൂമിയും നൽകുമെന്ന് സംബന്ധിച്ചുകൊണ്ട് ആ പാക്കേജ് ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ആ പാക്കേജിനെ കുറിച്ച് പോലും ഇപ്പോൾ LDF സർക്കാരിന് ഒരുപക്ഷെ ഓർമ്മയുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റെടുക്കുന്നതിൽ ഉമ്മൻചാണ്ടി സർക്കാർ കാണിച്ചില്ല എന്ന വിമർശനവും മറുഭാഗത്തുണ്ട്. ആ ഗെയിൽ പദ്ധതിയുടെ മുമ്പിൽ സമരം നടത്തിയതും ഭൂമിക്കടിയിലെ ബോംബാണെന്ന് പറഞ്ഞ് സമരം നടത്തിയ അതിലേക്ക് വരാം. എനിക്കൊരു ഇടവേള വേണം. അതിനുശേഷം ജ്യോതിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. എനിക്ക് പോകേണ്ടതുണ്ട്. ഞാൻ ഒറ്റ കാര്യം നോക്കൂ. ഇവിടെ 11/6/2024 നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന ചില മറുപടികൾ കൂടി ഞാൻ ഒന്ന് വായിച്ചിട്ട് അവസാനിപ്പിക്കാം. അതിനകത്ത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ചോദിച്ച നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം 758. കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം, ഉത്തരം VN വാസവൻ. ഞാൻ ഒറ്റ ചോദ്യം വായിക്കുന്നുള്ളൂ. വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണ ചെലവും കേന്ദ്രവും സംസ്ഥാനവും സംബന്ധിച്ചുള്ള വിഹിതം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പോർട്ട് 2454, സംസ്ഥാന സർക്കാർ 5595, കേന്ദ്ര ഗവൺമെന്റ് 817. മറ്റൊരു ചോദ്യത്തിൽ കൃത്യമായി തുറമുഖ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ഇതുവരെ എത്ര തുക കൈമാറിയിട്ടുണ്ട്? 884 കോടി രൂപ. ഇപ്പൊ കൊടുത്ത മറുപടിയാണേ, സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവാക്കിയിട്ടുള്ളത് വെറും 884 കോടി രൂപ മാത്രമാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ റെയിൽ കണക്ടിവിറ്റി ഇതുവരെ നടന്നിട്ടുണ്ടോ? താങ്കൾ കണ്ടിട്ടുണ്ടോ അരുൺകുമാറെ? റോഡിന്റെ കണക്ടിവിറ്റി എത്രത്തോളമായിട്ടുണ്ട്? അപ്പോൾ ഇവിടെ ഈ വന്നിറങ്ങുന്ന കണ്ടെയ്നറുകളുടെ 10 to 20% ആഭ്യന്തര തലത്തിൽ ഉപയോഗിക്കാവുന്ന റെയിൽ മാർഗവും അതുപോലെ തന്നെ റോഡ് മാർഗവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഇലിയാസ് ജോണിലേക്ക് വരേണ്ടിയിരുന്ന ഒരു ഭാഗം അതാണ്. ഞാൻ അനിൽകുമാറിന്റെയും സുരേഷിന്റെയും മറുപടിക്ക് ശേഷം ശ്രീ ഇലിയാസ് ജോണിലേക്ക് വരാം. ഇനി ഇതിന്റെ കണ്ടിന്യൂറ്റി സമയം കുറവാണ് കേട്ടോ. ഞാൻ വരാം ഒരു നിമിഷം. ശ്രീ അനിൽകുമാർ മറുപടി, ജ്യോതികുമാറിന്റെ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടി. ഇവിടെ ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട അരുൺകുമാറിനൊരു ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട്. അതിൽ NK പ്രേമേന്ദ്രൻ്റെ പടം കാണാം. 2010 ഒരു പടമാണ്. അദ്ദേഹം മന്ത്രിയാണ്.
ഇതിൻ്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട VS നടത്തുന്നത്. എന്നിട്ട് പോർട്ടിൻ്റെ മോഡൽ കാണിക്കുകയാണ്. DPR ഉണ്ടാക്കിയതാണോ VS അച്യുതാനന്ദൻ്റെ കാലത്ത് ടെൻഡർ ചെയ്തത്? പരിസ്ഥിതിയാഘാത പഠനമില്ലാതെയാണോ ടെൻഡർ ചെയ്തത്? ആ ടെൻഡർ അംഗീകരിച്ച് കിട്ടുന്നതിന് വേണ്ടി കേന്ദ്രത്തിലേക്ക് അയച്ചപ്പോൾ പ്രതിരോധ മന്ത്രിയല്ലേ? ആ പ്രതിരോധ മന്ത്രി പറയട്ടെ, പരിസ്ഥിതിയാഘാത പഠനം ഇല്ലാതെയാണോ ടെൻഡർ ചെയ്യുന്നത്? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ആളുകളെ വിഡ്ഢികളാക്കുന്നതിന് മര്യാദ വേണം. രേഖയിൽ ഉള്ള കാര്യങ്ങളാണ്. ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം, ദയവായി ഒരു കാര്യം കേൾക്കുക. റെയിൽവേക്ക് പരിസ്ഥിതിയാഘാത പഠനം വേണ്ടെന്നാ കേന്ദ്ര നിയമം. ഇനി അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ വേറൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയരുത്. ഞാൻ ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അരുൺകുമാർ എനിക്കാണോ സമയം തന്നത്? ജനാധിപത്യം വേണ്ടേ? നമ്മുടെ നിയമസഭയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ കുറച്ചൊക്കെ ഇടപെടലിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ മറുപടി എന്താ? ഞാൻ പറഞ്ഞ അല്ലല്ല, അത് ന്യായമല്ല. ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട അച്യുതാനന്ദന്റെ കാലത്ത് DPR ഉണ്ടോ? DPR ഇല്ലാതെ ടെൻഡർ വിളിക്കുന്നത്? ഇത് ആരെയാ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? DPR ഇല്ലാതെ ടെൻഡർ വിളിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട അരുൺകുമാറോട് ചോദിക്കുക. കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഒരു നേതാവ് വന്നിട്ട് പറയുക DPR ഇല്ലാതെ ടെൻഡർ വിളിക്കാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, DPR ഇല്ലാതെയാണ് ടെൻഡർ വിളിച്ചത്. നിങ്ങൾ ഏത് റിപ്പോർട്ടർ ചാനലിന് നിലവാരമില്ലേ? റിപ്പോർട്ടർ ചാനൽ നിലവാരമില്ലേ? ആ നിലവാരത്തിലൊക്കെ ഇത് കൊണ്ടുപോകണ്ടേ? ഒരു ചർച്ച കൊണ്ടുപോകുമ്പോൾ പിന്നെ പരിസ്ഥിതിയാഘാത പഠനം നടത്താത്തതുകൊണ്ടാണോ AK ആന്റണി ചൈനീസ് കമ്പനിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു? തീർത്തോട്ടെ. താങ്കൾ പറഞ്ഞ ഒബ്ജക്ഷൻസ് അനിൽക്ക് കേട്ടു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യം എന്താണ്? ഈ കേരളത്തോട് കേന്ദ്രത്തിൻ്റെ അവഗണന കോൺഗ്രസ് സർക്കാരും കാണിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ഇപ്പം മോദി സർക്കാരും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 9.5% ആകെ തന്നത്. അത് ചോദിക്കാത്തതുകൊണ്ടാണ് തന്നത് തെറ്റിദ്ധാരണയാണ്. കേരളം ചോദിക്കുന്നതെല്ലാം കൊണ്ട് തരിക. ചോദിക്കുന്നത് മാത്രമല്ല, അർഹതപ്പെട്ടത് തരുന്നില്ല കേട്ടോ. അതുകൊണ്ട് കേന്ദ്രം തരുന്നു, തരാത്ത ചോദിക്കാത്തതുകൊണ്ടാണെന്നുള്ള ആഖ്യാനമൊന്നും തെറ്റായ കാര്യമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു, അയ്യോ മാസപ്പടി, രാമക്ഷേത്രത്തിൻ്റെ കമ്പി ഊരിക്കൊണ്ടുപോയ വീരന്മാർ വന്നിട്ടാണ് മാസപ്പടിയെക്കുറിച്ച് പറയുന്നത്. ആദ്യം അയോധ്യയിലെ ശ്രീരാമൻ്റെ പേരെ വെള്ളം വീഴുന്നത് ചോർച്ച അടച്ചിട്ട് വാ, നമുക്ക് സംസാരിക്കാം. നിങ്ങളൊക്കെ എന്ത് നിലവാരമാണ് പറയേണ്ടത്? ഞാൻ പറയുന്നത്, ദേശീയപാത ഇല്ലാതെ ഈ വിഴിഞ്ഞം തുറമുഖം മാത്രം വന്നിട്ട് കല്ല കാര്യമുണ്ടാ. ഞാൻ ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ റോഡ് വേണ്ടേ? ദേശീയപാത വേണ്ടേ? കേരളത്തിൽ ദേശീയപാതയ്ക്ക് സ്ഥലം എടുക്കാൻ സമ്മതിക്കത്തില്ല. ആരാ കുരുക്കഴിച്ചത്? ഗെയിൽ പൈപ്പ് ലൈനിന് കുരുക്കഴിച്ചത്? കൂടംകുളത്തുനിന്നുള്ള പവർ ഹൈവേയുടെ കുരുക്കഴിച്ചത്? ഇതിൻ്റെ എല്ലാം ഭാഗമായി വന്ന ഒരു വലിയ വികസന പാക്കേജിൻ്റെ തുടർച്ചയാണ് വിഴിഞ്ഞം. വെറുതെ വിഴിഞ്ഞം നൂലെ കെട്ടി ഇറക്കിയതല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വിഴിഞ്ഞം പൂർത്തിയാക്കും എന്ന് പറയുമ്പോൾ കല്ലെവിടുന്ന് കൊണ്ടുവരും? ഞാൻ പറയട്ടെ സാർ, കല്ലെവിടുന്ന് കൊണ്ടുവരും? ഇപ്പം തർക്ക വിഷയം എന്താണ്? കേരള സർക്കാർ ഇപ്പോൾ എത്ര കൊടുത്തു? നിങ്ങളൊരു കെട്ടിട നിർമ്മാണത്തിന് കരാർ വെച്ചാൽ കരാറുകാരനുമായിട്ടുള്ള നിങ്ങളുടെ ഇടപാട് കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കരാറുകാരൻ വന്നിട്ട് എനിക്ക് 2 ആഴ്ച കഴിഞ്ഞ് കാശ് മതി പറഞ്ഞാൽ ഞങ്ങൾ തീർത്തോളാം. ചിലപ്പോൾ അതിന് പലിശ കൊണ്ട് കൊടുക്കേണ്ടി വരും. അത് സർക്കാരും ആ കരാർ കമ്പനിയായിട്ട് കൈകാര്യം ചെയ്യും. അതിനടുത്ത് അദാനി ഇത് കരാറുണ്ടാക്കി. അതെ, നെക്സ്റ്റ് ഫേസിന് കരാറുണ്ടാക്കി. അതിനർത്ഥം എന്താണ്? അദാനിയുടെ കമ്പനിക്ക് നല്ല ബോധ്യമുണ്ടായി. കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ വിമോചന സമരം കൊണ്ടുവന്ന് അവർ മുടക്കിയ പണമുടക്കം പെരുവഴിയിലാക്കി, ഈ കേരളത്തെ പെരുവഴിയിലാക്കി. ഇതിനെ തകർക്കാൻ അവിടെ ചില ആളുകളുടെ പിന്തുണയോടുകൂടി വിദേശത്തുള്ള ചില വിദേശത്തുള്ള പോർട്ടുകാർക്ക് എന്താ പ്രശ്നം? ഇവിടെ നടക്കരുത്. അതുകൊണ്ട് ഇത് മുടക്കിയാലോ അവർക്ക് നേട്ടമുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ 3000 കോടി രൂപയുടെ വരുമാനം കിട്ടുന്ന കാര്യം. അപ്പോൾ അത് അടിച്ചുകൊണ്ടിരിക്കുന്ന ചില പോർട്ടുകൾക്ക് അത് നഷ്ടപ്പെടാതിരിക്കാൻ കേരളത്തിൽ സമരം നടത്താം. അതൊക്കെ അന്ന് പുറത്തു വന്ന കഥകളാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകൾ സമരം നടത്തുകയും അതിന് ഇവിടെ കെ സുധാകരൻ പിന്തുണ കൊടുക്കുകയും കോൺഗ്രസ് പിന്തുണ കൊടുക്കുകയും ജോഡോ യാത്ര വരുമ്പോൾ രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇത് നടത്തിയേ മതിയാകൂ. അപ്പോഴെന്താണ്? കേരളിന് കല്ല് എവിടുന്ന് കൊണ്ടുവരും? അവിടെ വിഴിഞ്ഞത്ത് കല്ലില്ല, പിന്നെയാണോ കേരളിന് കല്ല് കൊണ്ടുവന്നേ, കല്ല് സംഘടിപ്പിച്ച് കൊടുത്തന്നേ. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇച്ഛാശക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ കാര്യം വല്ലതും നടക്കുമോ?
ഞാൻ ചോദിക്കുന്ന ചോദ്യം, ബഹുമാനപ്പെട്ട AK ആന്റണിയുടെ സർക്കാർ 1 വെള്ളി രൂപ ഈ വിഴിഞ്ഞം പദ്ധതിക്കായി മുടക്കിയിട്ടുണ്ടോ? കരാർ ഒപ്പിട്ട അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അതിനപ്പുറത്ത് 1 വെള്ളി രൂപ ഉമ്മൻചാണ്ടി സർക്കാർ മുടക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, മുഴുവൻ പണം മുടക്കുകയും അധ്വാനിക്കുകയും ഇത് ഈ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ രാജ്യത്ത് ഏറ്റവും മികവാർന്ന നിലയിൽ കേരളത്തിൽ നടപ്പാക്കുകയും ചെയ്തു. അടുത്ത ഘട്ടം പ്രധാനമാണ്. റെയിൽവേ കണക്ടിവിറ്റി വേണം. അപ്പോൾ കുറ്റിയിടാൻ നേരത്ത് തർക്കം ഉണ്ടാക്കാൻ കോൺഗ്രസ് വരരുത്. കുറ്റി പറിക്കാൻ പഴയ മന്ത്രി മുരളീധരനെ കൊണ്ട് വിടരുത്. ഇത് അനുവദിക്കാൻ വേണ്ടി കേന്ദ്രം തയ്യാറാകണം. ദേശീയപാതയ്ക്ക് ആവശ്യം പണം തരാൻ തയ്യാറാകണം. ഇപ്പോൾ ഉടക്കിക്കൊണ്ടിരിക്കുകയാണ്. 25% പൈസ നിങ്ങൾ നാഷണൽ ഹൈവേ 47 തന്നില്ലേ, 66 തന്നില്ലേ? അതുപോലെ ഈ വിഴിഞ്ഞത്തിന് ദേശീയപാതയ്ക്ക് കാശ് വെക്കടാ എന്ന് കേരളത്തോട് കേന്ദ്രം പറയുക. മോദി ശരി, സുരേഷ് പറയട്ടെ. പക്ഷേ എന്റെ ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ കരാർ ഒരു വാക്ക് പോലും മാറ്റാൻ കഴിയാതെ ഈ സർക്കാർ അത് നടപ്പിലാക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എന്തു മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുണ്ടാവുക? അത് പൊതുജന സമക്ഷം ഇന്ന് പ്രതിപക്ഷം ചോദിച്ച ചോദ്യം അതാണ്. അത് കടൽ കൊള്ളയാണെന്ന് പറഞ്ഞത് ഞാനത് ആവർത്തിക്കുന്നതിൻ്റെ കാരണം അതിനെനിക്കൊരു തൃപ്തികരമായ മറുപടി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അനിൽകുമാർ കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞത്, ഈ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതമാണ് എന്ന് നിങ്ങൾ പറഞ്ഞത്, ഭൂമി ഇടപാടാണ് എന്ന് പറഞ്ഞത്. അതിൽ 1 ഇഞ്ച് പോലും മാറ്റം വരാതെ ഒരു കരാർ നടപ്പിലാക്കുമ്പോൾ, അത് നാളെ അതിൻ്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ തങ്ങൾ അന്നെടുത്ത നിലപാട് തെറ്റാണെന്നെങ്കിലും പാർട്ടിക്ക് പറയാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. അനിൽകുമാർ, ഒരിക്കലുമില്ല. ഞാൻ ആദ്യം വിശദീകരിച്ചെന്താ, ഞങ്ങളുടെ ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഈ തുറമുഖം എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു തുറമുഖം. അതിന് പണം SBT അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കണം. അങ്ങനെ എടുത്തിട്ട് കൺസോർഷ്യം ഉണ്ടാക്കി അത് നിർമ്മിക്കാൻ വേണ്ടി ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ അനിൽകുമാർ. അല്ലല്ല. അപ്പൊ ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു? ഉമ്മൻചാണ്ടി ചെയ്തത് ഒരു പ്രൈവറ്റ് മോഡലാക്കി. ആ പ്രൈവറ്റ് മോഡലാക്കിയതിൻ്റെ ആദ്യ ടെൻഡറായിരുന്നു അദാനി പിടിച്ചത്. ഒരേ ഒരു ബിഡറേ ഉള്ളൂ. അദാനി ആയതുകൊണ്ട് ഗ്യാപ്പ് വയബിലിറ്റി ഫണ്ട് അദാനിയെ കയറ്റിക്കൊണ്ട് വിദേശത്ത് പോയി ഉണ്ടാക്കുന്ന രണ്ടാമത്തെ വിഷയം. എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. 60 വർഷത്തേക്ക് സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുന്നു. ഇപ്പോഴും നിങ്ങൾ 60 വർഷത്തേക്കാണ്. 40 വർഷം കഴിഞ്ഞ് 2ാം ഘട്ടം പൂർത്തിയാക്കിയാൽ 60 വർഷം. അദാനിക്ക് വേണ്ടി സുരേഷ് പോയതുകൊണ്ടാണ് കിട്ടുന്നു പറയുന്നത്. ആദായം 15 വർഷം കഴിഞ്ഞ് കിട്ടും. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അത് ഇപ്പോഴും അതെ. 3-2 സർക്കാരിന്റെ വിഹിതമാണ് ഇപ്പോഴും അതെ, അപ്പോഴും അതെ. അപ്പോൾ അന്ന് ഇത് കടൽക്കൊള്ള എന്ന് പറഞ്ഞ അച്ചുനിരത്തിയതിന് മാപ്പ് പറയണം കേരളത്തിലെ ജനങ്ങളോടെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ പ്രത്യയശാസ്ത്ര പിടിവാശിയും മാത്രമല്ല നിങ്ങളുടെ വികസന വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളുമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. സുരേഷ് പറഞ്ഞതാണ്. അത് പ്രതിപക്ഷം പലതും പറയും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മിസ്റ്റർ അരുൺകുമാറിനുള്ള ചോദ്യമാണ്. ഇപ്രകാരമുള്ള പ്രൈവറ്റ് പങ്കാളിത്തത്തോടുള്ള ആദ്യത്തെ ടെൻഡറല്ല ഇത്. ആ ടെൻഡർ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു BOT-യുടെ കാര്യത്തിൽ? ബിൽറ്റ് ഓപ്പറേറ്റിംഗ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് മുതലാളിത്ത കൊള്ള എന്ന് പറഞ്ഞ പാർട്ടിയല്ലേ CPM? ഇന്നിപ്പോൾ നാളെ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ട്രയൽ റൺ ഉണ്ടല്ലോ, അത് ഈ BOT മാത്രമല്ല, BOT-യേക്കാൾ അടുത്ത ഡിസൈൻ, ഫാഷനിങ്, ട്രാൻസ് ഇതെല്ലാം വരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണെന്നേ. അനിൽകുമാർ, ഞാൻ തിരിച്ചു വരാം അങ്ങിലേക്ക്. സുരേഷ്, താങ്കൾക്ക് ഇടപെടാനുണ്ട് മറുപടി. ആ കരാറിൽ സർക്കാർ ഒപ്പിട്ടപ്പോൾ ഞങ്ങൾക്ക് എന്താ ആവശ്യം? അതെ, ആ കരാറിൽ ഞങ്ങൾ ഒപ്പിട്ടാൽ സുരേഷ് മറുപടി നന്നായി നടപ്പാക്കി. അല്ല, ഇവിടെ ശ്രീ അരുണെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, CPM ഒത്തിരി മാറിപ്പോയി. ഉമ്മൻചാണ്ടിയുടെ കരാർ വെച്ച് തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കരാറിനെതിരെ സമരം ചെയ്യാനും അധികാരത്തിൽ വരുന്ന സമയത്ത് അതേ കരാർ വെച്ച് തന്നെ അഭിമാനിക്കാനും അഭിരമിക്കാനും ഒക്കെ വഴക്കമുള്ള ഒരു ആദർശമില്ലായ്മ, നിലപാടില്ലായ്മ ഉള്ള പാർട്ടിയാണ് CPM എന്ന് കേരളത്തിന് ബോധ്യം വന്നിരിക്കുന്നു. എന്നിട്ട് ഇതിനെയൊക്കെ ആദർശവൽക്കരിക്കാൻ ശ്രമിക്കുന്നതാണ് ഒരു ലജ്ജാകരമായിട്ടുള്ള വസ്തുത. ഇവിടെ നമ്മളൊന്ന് കാണിക്കേണ്ടത്, നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങളുമായിട്ട് ഒരു കെട്ട് പ്രമാണങ്ങളുമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോയി. ആ സമയത്ത് നരേന്ദ്രമോദി തിരിച്ചു ഒരു കെട്ട് സാധനം കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ സമയബന്ധിതമായിട്ട് നടപ്പാക്കാൻ പറഞ്ഞു. അങ്ങനെ സമയബന്ധിതമായിട്ട് നടപ്പാക്കിയിട്ട് വന്നാൽ മറ്റ് സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതിലുണ്ടായിരുന്നതാണ് ഗെയിൽ പൈപ്പ് ലൈൻ, അതിലുണ്ടായിരുന്നതാണ് ദേശീയപാത വികസനത്തിന് സ്ഥലമെടുപ്പ്, അതിലുണ്ടായിരുന്നതാണ് റെയിൽവേയുടെ സ്ഥലമെടുത്ത് കൊടുക്കൽ, അതിലുണ്ടായിരുന്നതാണ് നാഷണൽ ഗ്രിഡ് അത് പൂർത്തിയാക്കൽ.
ഈ നാഷണൽ ഗ്രിഡിനെതിരായിട്ട് ചെങ്കൊടി പിടിച്ച് സമരം ചെയ്തവൻ, ഗെയിൽ പൈപ്പിന്റെ പുറത്തു നിന്നിട്ട് ഇത് ബോംബാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്ത CPM-നെ കൊണ്ട് ഇതൊക്കെ നടപ്പാക്കിക്കാൻ സാധിച്ചത് കാറൽ മാർക്സ് വിചാരിച്ചിട്ടല്ല, നരേന്ദ്ര ദാമോദർ ദാസ് മോദി വിചാരിച്ചിട്ടാണ്. വികസനത്തിന്റെ ഇച്ഛാശക്തി BJP-യിൽ നിന്ന് കണ്ടുപിടിക്കാൻ തയ്യാറായ സമയത്തെങ്കിലും ഞാനൊന്ന് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. വികസനം BJP-യിൽ നിന്ന് കണ്ടുപിടിച്ച വികസനം BJP-യിൽ നിന്ന് കണ്ടുപിടിച്ച CPM അഴിമതി കോൺഗ്രസിൽ നിന്നും കൂടെ കണ്ടുപിടിച്ചപ്പോൾ ആകെ കുഴപ്പത്തിലായി. അഴിമതിയും കണ്ടുപിടിച്ചു, വികസനവും കണ്ടുപിടിച്ചു. വസ്തുത ഇവിടെ അല്ല, ഇവിടെ 6650 രൂപ 6650 കോടി രൂപ നരേന്ദ്രമോദി കേരളത്തിൽ നിന്നും കിഫ്ബിയിൽ നിന്നും ദേശീയപാതയുടെ സ്ഥലമെടുപ്പിന് കൊള്ളയടിച്ചില്ലേ? ഈ മലയാളിയെ നരേന്ദ്രമോദി കൊള്ളയടിച്ചില്ലേ? ദേശീയപാത 650 കോടി രൂപ കേരളത്തെ കൊള്ളയടിച്ചില്ലേ മോദി? അല്ല ശ്രീ അനിലെ, എന്തെങ്കിലുമൊക്കെ 6650 കോടി രൂപ 6650 കോടി രൂപ ദേശീയപാതയ്ക്ക് മോദി കേരളത്തെ കൊള്ളയടിച്ച കൊള്ളക്കാരനല്ലേ? കിഫ്ബിയുടെ പൈസ വാങ്ങിച്ച കൊള്ളക്കാരനല്ലേ നരേന്ദ്രമോദി? നരേന്ദ്രമോദി എന്ന കൊള്ളക്കാരൻ, നരേന്ദ്രമോദി എന്ന കൊള്ളക്കാരൻ 6650 കോടിയല്ലേ വാങ്ങിച്ചത്? ശരി, ചർച്ച അവസാനിക്കുമ്പോൾ നേരത്തെ അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ഈ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നടത്തിയൊരു ദൃശ്യം എനിക്ക് അയച്ചു തന്നിരുന്നു. പക്ഷേ അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻവയോൺമെന്റൽ ക്ലിയറൻസിന് വേണ്ടിയുള്ള പഠനം നടക്കുമ്പോഴാണ് ഈ ഉദ്ഘാടനം നടന്നിരുന്നത് എന്നാണ് അന്നത്തെ പത്രവാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അന്ന് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ക്ലിയറൻസ് കിട്ടിയിരുന്നില്ല ആ ഘട്ടത്തിൽ, ഇത് ഉദ്ഘാടനം ചെയ്യുന്ന നിമിഷം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അതിന് മിലിറ്ററി ക്ലിയറൻസും നിഷേധിച്ചിരിക്കുന്നു. എന്തായാലും നമുക്ക് ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം, സൗമ്യമായി തന്നെ നമുക്കിത് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. എന്തായാലും കോൺഗ്രസിൻ്റെയും BJP-യുടെയും അദാനിയുടെയും ഈ നാടിൻ്റെയും ഒക്കെ പ്രതീക്ഷകളായി തന്നെ വിഴിഞ്ഞം പോർട്ട് വരട്ടെ. വിഴിഞ്ഞം പോർട്ട് നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റട്ടെ. ആരുടെ കുഞ്ഞ് എന്ന ചോദ്യത്തിന് സുരേഷ് പറഞ്ഞതുപോലെ ഈ രാജ്യത്തിൻ്റെ കുഞ്ഞാണ്, ഈ സമൂഹത്തിൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. പക്ഷേ അതിന് സർക്കാർ ഇനി അങ്ങോട്ടും സർക്കാർ കൊടുക്കേണ്ട പങ്ക് കൃത്യമായി കൊടുക്കുകയും അതിന് പലിശരഹിതമായ രീതിയിലുള്ള ഇടപാടുകൾ നടത്തുകയും വേണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നാളത്തെ ട്രയൽ റണ്ണിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. ഇനി കാണാം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാർ.